താങ്ക് യു എവരിവൺ. ലോകം അതിൻ്റെ റീസെന്റ് ഹിസ്റ്ററിയിൽ കേട്ടു പോലും കേൾവിയില്ലാത്ത അത്ര വിധത്തിലുള്ള വലിയ തകർച്ചയിലൂടെയാണ് കടന്നു പോകുന്നത്. കൊറോണയ്ക്ക് ശേഷം എന്താകും എന്നുള്ളത് വളരെ പ്രസക്തമായ വിഷയമാണ്. കൊറോണ എങ്ങനെയാകും എന്നുള്ളതിനേക്കാളും ചിന്തിപ്പിക്കുന്ന വിഷയം തന്നെയാണ്. നമുക്ക് ലോകത്തോട് ദൈവം കരുണയായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ തിരുവചനം ധ്യാനിക്കുന്നതിന് മുമ്പായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ലോകത്തോട് കരുണയായിരിക്കണമേ. എന്നെ വളരെ വിഷമിപ്പിച്ച ഒരു വീഡിയോ ഞാൻ കണ്ടു ഇന്ന്. നിങ്ങളെയും കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനൊരു നിമിഷം അത് ഒന്ന് എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം. And your addiction. Repent for your sexual immorality and your celebration of debauchery. Repent. Do you know Jesus? What will you say when you stand before him? Repent for the witchcraft. Repent for the false religion and the sorcery. Repent before it's too late, my friends. Your soul is hanging in a balance. Do you know Jesus? We are desperate for your soul. We don't want you to perish. Do you see the streets? They're empty. Look at what the hand of the Lord hath wrought, and let it wake you up. Let it wake you up. It's a long video ആണ്. നിങ്ങൾ കണ്ടത് മതിയല്ലോ. ഇപ്പം അരി വെന്തോ നോക്കാൻ വേണ്ടി മുഴുവൻ ഞെക്കി നോക്കേണ്ട കാര്യമില്ല. രണ്ടും നടന്ന് ഞെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വെന്തോ ഇല്ലയോ. ഇപ്പം നിങ്ങൾ കാണാം, അമേരിക്കയിലെ ഒരു സ്ട്രീറ്റാണ്. ലോക്ക്ഡൗൺ നിമിത്തം ആളില്ലാത്ത ഒരു സ്ട്രീറ്റിൽ ഈ ചങ്ങാതി ഒരു ചാക്ക് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടാണ്. ഇനി അല്ലെങ്കിൽ ലൈവ് കഴിയുമ്പോൾ പുറകോട്ട് വെച്ച് നോക്കുക. ദേഹത്തൊരു ചാക്ക്, ഇതൊക്കെ എവിടെ നിന്ന് സംഘടിപ്പിച്ചെന്ന് അറിയത്തില്ല. ഒരു ചാക്കൊക്കെ സംഘടിപ്പിച്ച് പുള്ളി ദേഹത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പുള്ളി പഴയ നിയമ പ്രവാചകന്മാരെ ആരും അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ അലറുകയാണ് വഴി കിടന്ന്. റിപ്പന്റ്. നിങ്ങളുടെ സെക്ഷൽ ഇമ്മോറാലിറ്റിയിൽ നിന്ന്, ഫാൾസ് ഗോഡിൽ നിന്ന്, നിങ്ങളുടെ ആഡംബര ഭ്രമങ്ങളിൽ നിന്നെല്ലാം റിപ്പന്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. കേൾക്കുമ്പോൾ നമുക്ക് ഓർക്കും വളരെ നല്ലതാണ്, ഐഡിയൽ പേഴ്സൺ ആണ്, ഈസ് വെരി ഗുഡ്. പക്ഷേ അത് റോങ് സ്പിരിച്വാലിറ്റിയാണ്. ഞാനത് നിങ്ങളെ കാണിക്കാം. ഒരുപക്ഷെ ഈ വീഡിയോ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ഇടയിൽ പ്രചരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇതിന് സമാനമായ സന്ദേശവുമായിട്ട് നമ്മുടെ ഇടയിൽ നിന്ന് ചില പുള്ളികൾ ഇറങ്ങാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ ഇതുപോലെ റിപ്പന്റ് എന്ന് പറഞ്ഞ് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയും, കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയും ആളുകളെ ആഹ്വാനം ചെയ്ത് നടന്ന ഒരു ഖണ്ഡകൻ നമുക്കുണ്ടായിരുന്നു. ഖണ്ഡകൻ്റെ പേര് ഇപ്പോൾ കൊല്ലം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസും ഒക്കെ ഉള്ളത് നമുക്കറിയാം. ഇത് എന്തിൽ നിന്ന് റിപ്പന്റ് ചെയ്യണം, എങ്ങനെ റിപ്പന്റ് ചെയ്യണം? അപ്പം ഇവരെ സംബന്ധിച്ച് ഇവരെ പഴയ നിയമ കോൺസെപ്റ്റാണ് ഇവര് വെച്ചിരിക്കുന്നത്. മനുഷ്യൻ ചെയ്ത തെറ്റുകൊണ്ടാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം വിരൽ ചൂണ്ടുന്നത് മറ്റുള്ളവരോടാണ്. എന്നാൽ ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റി ലോകത്തിന് ഒരു തകർച്ച വരുമ്പോൾ അതെന്റെ പാപം ആണ് നേറ്റു പറയുന്നതാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി, ട്രൂ സ്പിരിച്വാലിറ്റി. നമ്മൾ ഒരിക്കലും അപരന്റ് നേരെ കൈ ചൂണ്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് പ്രാർത്ഥിക്കാം. Lord, have mercy upon me. Lord Jesus Christ, Son of God, have mercy upon me, a sinner. Lord Jesus Christ, Son of God, have mercy upon me, a sinner. Lord Jesus Christ, Son of God, have mercy upon me, a sinner. That's the prayer. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന, അതായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്. നമ്മളൊരിക്കലും മറ്റുള്ളവരെ ചൂണ്ടി അവൻ എല്ലാ ആഴ്ചയിലും വീക്കെൻഡിൽ ബാംഗ്ലൂർ വ്യഭിചരിക്കാൻ പോകുമായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ കൊറോണ വൈറസ് വന്നത്,
അവൻ എല്ലാ ആഴ്ചയിലും ലാസ് വേഗാസിൽ ചൂത് കളിക്കാൻ പോകുമായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ കൊറോണ വൈറസ് വന്നത്. അവൻ എല്ലാ ആഴ്ചയിലും നോട്ട് ഇരട്ടിക്കാൻ വേണ്ടി അറ്റ്ലാന്റിക് സിറ്റി പോകുമായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ കൊറോണ വൈറസ് വന്നത്. അവന് മയക്കുമരുന്നുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് അവൾ പുരികം പ്ലക്ക് ചെയ്യാൻ പോകുമായിരുന്നു. അവൾ ബ്രൂട്ടീഷിന്റെ അടുത്ത് പോകുമായിരുന്നു. ഇപ്പം നമുക്ക് ഒരുപാട് മറ്റുള്ളവന് നേരെ നമ്മൾ വിരൽ ചൂണ്ടുക. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരാള് എന്നോട് ആഡംബര ഭ്രമത്തെക്കുറിച്ചും വലിയ വീടുകൾ വെക്കുന്നതിനെക്കുറിച്ചും വിമർശിച്ച് സംസാരിച്ചു. എന്നോട് വളരെ അദ്ദേഹം വികാരാധീനനായിട്ട് സംസാരിക്കുകയാണ്. ഇങ്ങനെ ഇവനൊക്കെ കണ്ടില്ലേ, കോടിക്കണക്കിന് രൂപയുടെ, അത് പിന്നെ കോട്ടയത്തുള്ളൊരു സുവിശേഷൻ ഒരു വീട് വെച്ചപ്പോഴാണ് ഇദ്ദേഹം എന്നോട് പൊട്ടിത്തെറിച്ച് സംസാരിക്കും. ഇദ്ദേഹം ഒരു പെന്തക്കോസ്ത് വിശ്വാസിയാണ്. കുറേ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പയ്യെ ഡാവി ചോദിച്ചു, അപ്പോൾ അച്ഛൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് താമസിക്കാൻ പറ്റിയ ഒരു വീട് മാന്യമായിട്ട്, നമുക്ക് ഒരു ദൈവദൂഷണോ അല്ല ധിക്കാരമൊന്നും അല്ലാതെ ഒരു വീട് വെക്കുകയാണെങ്കിൽ നമുക്കൊരു എത്ര രൂപയുടെ വീട് വരെ, എത്ര രൂപയുടെ, അതൊരു 55 ലക്ഷം രൂപ വരെ, ഒരു 55 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വെച്ചാൽ അതൊരു ന്യായമായ ഒരു വീടാണ്. ഞാൻ പിന്നെ ഒന്നും മിണ്ടില്ല. കുറേ കഴിഞ്ഞ് ഒത്തിരി സമയം കഴിഞ്ഞ് പിന്നെ പല കാര്യങ്ങളും പറഞ്ഞു. മറ്റേ പിരിയാൻ സമയത്ത് ഞാൻ പിന്നെ പയ്യെ ഉണ്ടാകും ചോദിച്ചു, അച്ഛന് കഴിഞ്ഞ വർഷം വീട് വെച്ചു, അച്ഛൻ്റെ വീടിന് എന്നായി, ബഡ്ജറ്റ് എന്നായി? പുള്ളി ഇതെല്ലാം പുള്ളി പറഞ്ഞു 55 ലക്ഷം രൂപ ആയി. അതാണ് ഐഡിയൽ വീട്. അതേസമയം ഇവിടെ ആ കോട്ടയത്ത് ആ റെയിൽവേ പുറമ്പോക്കി കിടക്കുന്നതിനെ സംബന്ധിച്ച് ഈ 55 ലക്ഷം രൂപ വീട് വെച്ച മഹാധിക്കാരിയും അഹങ്കാരിയാണ്. അവൻ്റെ മകളുടെ കല്യാണത്തിന് കണ്ടമാനം പൈസ ചെലവാക്കി, ഭയങ്കര ധിക്കാരമാണ്. അപ്പോൾ നമ്മൾ രവിപിള്ളയുടെ മകളുടെ കല്യാണമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവൻ്റെത് പിച്ചക്കല്യാണമാണ്. ഇതെല്ലാം കമ്പാരിസണാണ്. ഇപ്പം എല്ലാ ആഴ്ചയിലും ബാംഗ്ലൂർ പോയി വ്യഭിചരിക്കുന്ന ആളും 9 മണിയുടെ ബസ് നോക്കി നിൽക്കുന്ന പെൺപിള്ളേരെ പോയി ഡാവിൽ പോയി വായി നോക്കി വെച്ച് വീട്ടിൽ പോരുന്ന മാന്യനായ അച്ചായനും ഒരുപോലെയാണ് ദൈവസന്നിൽ. അതാണ് യേശു കർത്താവ് പറഞ്ഞത്, മോഹിക്കേണ്ടതിന് സ്ത്രീയെ നോക്കുന്നവൻ അവളോടുകൂടെ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. അതിനടിവര ഇട്ടിട്ടാണ് പൗലൂസ്ലിയ പറയുന്നത്, നോ ഡിഫറൻസ്, ഓൾ ഹാവ് സിൻഡ് ആൻഡ് കം ഷോർട്ട് ഓഫ് ഗ്ലോറി. ഒരു വ്യത്യാസവുമില്ല. അപ്പൊ ഈ ലോകത്തുള്ള എല്ലാവരും ഒരുപോലെ പാപം ചെയ്തവരാണ്. മറ്റൊരു ഫിസിക്കലി ദേ കമ്മിറ്റഡ് അഡൾട്ടറി ഒക്കെ ചെയ്ത് കാണും. ഞാൻ അതിനൊന്നും ന്യായീകരിക്കുന്നതല്ല. പക്ഷെ ആ വ്യഭിചാരം ചെയ്തതിനേക്കാളും ഞാൻ പാപിയാണെന്നുള്ള തിരിച്ചറിവ്, അതാണ് ഏറ്റവും വലിയ അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവായ യേശുവേ ദൈവപുത്ര, മഹാപാപിയായ എന്നോട് കരുണ ചെയ്യണമേ. കർത്താവായ യേശുവേ ദൈവപുത്ര, മഹാപാപിയായ എന്നോട് കരുണ ചെയ്യണമേ. കർത്താവായ യേശുവേ ദൈവപുത്ര, മഹാപാപിയായ എന്നോട് കരുണ ചെയ്യണമേ. കർത്താവായ യേശുവേ ദൈവപുത്ര, മഹാപാപിയായ എന്നോട് കരുണ. ഞാനെന്തിനാ അങ്ങനെ പ്രാർത്ഥിക്കുന്നേ? ഞാനാണ് പാപം ചെയ്ത്? ഇവന്മാരൊക്കെ അല്ലേ, ഈ നാട്ടുകാരൊക്കെ അല്ലേ? ഞാൻ മര്യാദയുള്ള വിശ്വാസിയാണ്. എല്ലാ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു, നേടുന്നതിലൊക്കെ ദശാംശം കൊടുക്കുന്നു, പതാരം കൊടുക്കുന്നു, ഞാൻ ആഴ്ചയിൽ 2 നേരം ഉപവസിക്കുന്നു. പക്ഷെ ഈ നിൽക്കുന്നവൻ അങ്ങനെയല്ലല്ലോ. അവൻ കാരണമാണ് ഈ കുഴപ്പമുണ്ടായിരിക്കുന്നത്. അപരന്റെ ദോഷത്തിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടുകയാണ്. അവൻ കാരണമാണ് ഇവിടെ ഈ കുഴപ്പമുണ്ടായിരിക്കുന്നത്. അപ്പൊ നമ്മൾ മറ്റുള്ളവനെ നമ്മൾ വിധിക്കുകയാണ്. അപ്പം പാപത്തിന്റെ കാരണം മറ്റൊരുവനാണ്, അല്ലാതെ ഞാനല്ല. അപ്പൊ നമ്മൾ ഏറ്റെടുക്കുന്നതാണ്, കർത്താവ് എന്നോട് കരുണ ചെയ്യണമേ, ഞാനാണ് ഈ തെറ്റ് ചെയ്തത്. അതാണ്. അപ്പം നീതിമാനായി അന്യനെ താഴ്ത്തി ഞാൻ ദുർവിധികൾ ചെയ്യത്തില്ല, പാപകാരണം അന്യനാണെന്ന ന്യായവാദവും ചെയ്യില്ല. ഇതാണ് റിയൽ റിവൈവൽ. മനസ്സിലായോ? ഉണർവ് എന്ന് പറഞ്ഞ ഇതാണ്. നമ്മൾ എത്ര പേർക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഈ അമേരിക്കയുടെ തെരുവിൽ ചാക്കൊടുത്ത് നടന്നവൻ എന്താ ചെയ്യുന്നത്? എത്ര ധാർഷ്ട്യത്തോടെ അവൻ പറയാണ്, നീയൊക്കെ മാനസാന്തരപ്പെടണം, നീയൊക്കെ കൊണപ്പെടണം, നീയൊക്കെ കാരണമാണ്, നീയൊക്കെ കാരണമാണ്, നീയൊക്കെ കാരണമാണ്, നീയാണ് 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 നീയാണ്. ഈസ് എ ബ്ലൈൻഡ് പേഴ്സൺ എന്നാണ് യേശു പറഞ്ഞത്. കാണുന്നു എന്ന് അവകാശപ്പെടുന്നവൻ അന്ധനായി പോകുന്നു. അതിനാണ് ഞാൻ ലോകത്തേക്ക് വന്നത്.
കാണുന്നു എന്ന് നീ അവകാശപ്പെടുന്നുണ്ട്, ബട്ട് നിനക്ക് കാണാൻ പറ്റുന്നില്ല. ബ്ലൈൻഡ് സ്പോട്ട്, നിനക്ക് കാണാൻ പറ്റുന്നില്ല നിന്റെ അവസ്ഥ. കർത്താവ് പറയാണ് യോഹന്നാന്റെ സുവിശേഷം 9, ഇന്നലെ നമ്മൾ ചിന്തിച്ച ഭാഗത്ത്, നിനക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം ഈ പറഞ്ഞ അമേരിക്കൻ തെരുവിലൂടെ നടക്കുന്ന ഇപ്പം നമ്മൾ കണ്ട ആ വീഡിയോയിലെ ആ ചെറുപ്പക്കാരൻ, അവന്റെ കുറ്റം കാണുന്നില്ല, അവന്റെ കുറവ് കാണുന്നില്ല, അവൻ മറ്റുള്ളവരെ മാത്രമാണ് കാണുന്നത്. എന്നിട്ട് പറയാണ് നിങ്ങളൊക്കെ കാരണമാണ് ഇപ്പൊ ഈ പ്രശ്നം വന്നത്. അവന്റെ അഭിപ്രായത്തിൽ he is the only person who is eligible to go to the kingdom of God. All others are sinless, worthless people, sinful, worthless people. പാപം നിറഞ്ഞ് അയോഗ്യരായ ആളുകളാണ്, മുഴുവൻ പാപികളാണ്. അതാണ് അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ്. ഇപ്പൊ നമ്മളിലും അങ്ങനെ ഒരു ചിന്തയുണ്ട്. അതാണ് നമ്മൾ ഈ ഗ്ലോറിയസ് ഗോസ്പലിൽ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദൈവപുത്രനെ പോലെ ആകുക. അതാണ് ഗ്ലോറിയസ് ഗോസ്പൽ. അവനോടു തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി. കണ്ടോ, അവൻ എന്താ ചെയ്തേ? അവൻ നോക്ക്, ഒരു പാപം ചെയ്യാത്തവനാണ്. കൂടെ ക്രൂശിച്ചിരുന്ന കള്ളം പറയാണ്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ക്രൂശിക്കാൻ ഏൽപ്പിച്ച പീലാത്തോസ് പറയാണ്, ഈ മനുഷ്യന് ഞാൻ യാതൊരു കുറ്റവും കാണുന്നില്ല. ഒറ്റിക്കൊടുത്ത യൂദാ പറയാണ്, നിഷ്കളങ്ക രക്തത്തെയാണ് ഞാൻ ഒറ്റിക്കൊടുത്തത്. കൂടെ നടന്ന പത്രോസ് പറയാണ്, അവന്റെ വായിൽ വഞ്ചന ഒന്നുമില്ലായിരുന്നു. മാറത്ത് ചാരിയിരുന്ന യോഹന്നാൻ പറയാണ്, അവൻ പാപം അറിഞ്ഞിട്ടില്ല. പിന്നീട് മാനസാന്തരപ്പെട്ടു വന്ന പൗലൂസ് സാക്ഷ്യപ്പെടുത്തുക, പാപം അറിയാത്തവനെ, അവൻ പാപം അറിയത്തേയില്ല, അവനിൽ പാപമില്ലായിരുന്നു. എല്ലാത്തിനും ഉപരി പിശാച് യേശുവിനെ കാണുമ്പോൾ വന്ന് മുട്ടുകുത്തിച്ച് പറയാണ്, അത്യുന്നതനായ ദൈവത്തിന്റെ പരിശുദ്ധനെ, നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞാൻ അറിയുന്നു. ജീസസ് ക്രൈസ്റ്റ് സിൻലെസ് ആണ്. സിൻലെസ്. ആരുടെയൊക്കെയാണ് സാക്ഷ്യം? പീലാത്തോസിന്റെ സാക്ഷ്യം, പീലാത്തോസിന്റെ ഭാര്യയുടെ സാക്ഷ്യം, കൂടെ ക്രൂശിച്ച കള്ളന്റെ സാക്ഷ്യം, ഒറ്റിക്കൊടുത്ത യൂദായുടെ സാക്ഷ്യം, തള്ളിപ്പറഞ്ഞ പത്രോസിന്റെ സാക്ഷ്യം, മാറത്ത് ചാരിയിരുന്ന യോഹന്നാന്റെ സാക്ഷ്യം, പിന്നെ സഭയെ ഉപദ്രവിക്കാൻ നടന്ന പൗലൂസിന്റെ സാക്ഷ്യം. എല്ലാവരും ഒരുപോലെ പറയാണ്, അവനിൽ പാപമില്ല. പക്ഷെ ക്രൂശിക്കപ്പെട്ട് കിടക്കുമ്പോൾ കർത്താവ് ഈ കാര്യം പറയുന്നില്ല. എന്നാലും നിങ്ങൾ എന്നോട് ഈ ചെയ്തല്ലോ, ഞാനൊരു പാപവും ചെയ്തിട്ടില്ല. അന്ന് യെരുശലേമിലെ ഏറ്റവും വലിയ ദുർമാർഗിയായിരുന്ന ഈ ക്രൂശിക്കാൻ വിധിച്ച കള്ളനുണ്ട്. അവൻ റൈറ്റ്ഫുള്ളായി ആ ക്രൂശിമാർ അവന് കിട്ടുന്ന അവൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അത്ര കൊടിയ ടീം അവൻ. നമ്മളോ ചെയ്തതിന് തക്കവണ്ണം പ്രാപിക്കുന്നു. മനസ്സിലായോ? ക്രൂശീകരണം ഒട്ടും കൂടുതലല്ല, എനിക്ക് അർഹിച്ചത് തന്നെയെന്ന് അവൻ കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവനൊരു ഭയങ്കര ക്രിമിനലായിരുന്നു. യേശു അവനോട് ഐഡന്റിഫൈ ചെയ്യാണ്. യേശു പറയാണ്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസ, ഇന്ന് നമ്മൾ രണ്ടുകൂടി ഒരുമിച്ചിരിക്കുന്നു. അവൻ ജീവിച്ച് ഭൂമിയിലൂടെ സഞ്ചരിച്ചപ്പോഴും അവന്റെ ഫ്രണ്ട്ഷിപ്പ് ചുങ്കക്കാരോടും പാപികളോടും വേശ്യകളോടും അധകൃതരോടും തിരസ്കൃതരോടും പാർശ്വവൽകൃതരോടും എല്ലാമായിരുന്നു യേശു കർത്താവ് പറഞ്ഞു. ആരെയും അവൻ അകറ്റി നിർത്തിയില്ല. ഓൾ എൻകംപാസിംഗ് ലവ്, ഓൾ ഇൻക്ലൂസീവ് ഗോസ്പൽ. ഇവനെന്താ ഈ അമേരിക്കയുടെ തെരുവീതിയിലൂടെ ഈ ചാക്ക് കൊടുത്ത് പിടിച്ച് ഇവൻ നടക്കുന്നത്? ഇവനെന്താ പറയുന്നത്? ഇത് പ്രചരിപ്പിക്കാൻ കുറച്ച് മലയാളി പെന്തക്കോസ്തുകാർ. ഇവർക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും കാര്യങ്ങൾ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോസ്പൽ എന്താന്ന് മനസ്സിലായിട്ടില്ല, ക്രിസ്തു എന്താന്ന് മനസ്സിലായിട്ടില്ല, ക്രിസ്തുവിന്റെ സ്നേഹം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഗ്ലോറിയസ് ഗോസ്പൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും ഈ വന്നിരിക്കുന്ന കൊറോണയുടെ കാരണം ഒരു മനുഷ്യനിലും ആരോപിക്കരുത്. ഇനി ഏതെങ്കിലും ഒരു മനുഷ്യൻ നിമിത്തമാണ് ഈ കൊറോണ വൈറസ് അല്ലെങ്കിൽ ഇന്നത്തെ ഈ കറണ്ട് പ്രതിസന്ധി ഈ ലോകത്തിൽ വന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ കാരണക്കാരൻ മറ്റാരുമല്ല, അത് ഞാനാണ്, ഞാൻ നിമിത്തമാണ്. കർത്താവേ, എന്നോട് കരുണ ചെയ്യണമേ. അതാണ് കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നമ്മൾ ആ പ്രാർത്ഥനയാണ് ചൊല്ലേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും ചൊല്ലേണ്ടത്. അല്ലാതെ അവിടെയാണ് നമ്മൾ മാനസാന്തരപ്പെടുന്നത്. മനസ്സിലായോ? നമ്മൾ പ്രാർത്ഥിക്കേണ്ട, കർത്താവേ ഇവന്മാരുടെയൊക്കെ ദുഷ്ടത കാരണമാണ്. നോ, കർത്താവേ, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, സൺ ഓഫ് ഗോഡ്, ഹാവ് മേഴ്സി അപ്പോൺ മീ എ സിന്നർ. കർത്താവായ യേശുവേ, ദൈവപുത്ര, പാപിയായ എന്നോട് കരുണ ചെയ്യണമേ.
കർത്താവായ യേശുവേ, ദൈവപുത്ര, പാപിയായ എന്നോട് കരുണ ചെയ്യണമേ. ലെറ്റ് us turn to God, chant this prayer. ഈ പ്രാർത്ഥനയാണ് നമ്മൾ ചൊല്ലേണ്ടത്. അല്ലാതെ വേറെ ആരുടെയും മാനസാന്തരത്തിനും അവരെ ഉടനെ ശരിയാക്കാനും അമേരിക്കയിലുള്ളവരുടെ എല്ലാം വ്യഭിചാരവും ലൈംഗികാസക്തി എല്ലാം മരവിപ്പിക്കാനും പുള്ളി ഐസ് കട്ടയായിട്ട് ഇറങ്ങിയിരിക്കുക. ഇതൊന്നും അല്ല ഈ സമയത്ത് ചെയ്യേണ്ടത്. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് മുഴങ്കാൽ മടക്കാൻ കഴിവുള്ളവർ മുഴങ്കാൽ മടക്കി കൈകൾ ഉയർത്തി കർത്താവിനോട് കരുണയ്ക്ക് വേണ്ടി യാചിക്കുക. കർത്താവേ, നിന്റെ കരുണയെ വർഷിക്കണമേ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം എന്നോടിപ്പം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഷെയർ ചെയ്തിട്ട് ഈ മോർണിംഗ് മെഡിറ്റേഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ എപ്പോഴും ലൈവിൽ തുടർച്ചയായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ദാവീദിനെ കുറിച്ച് എപ്പോൾ പറഞ്ഞാലും ഞാൻ പറയും ഡേവിഡ് സൺ ഓഫ് ജെസേ, ഡേവിഡ് സൺ ഓഫ് ജെസേ, മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്. അപ്പൊ ദൈവത്തിന്റെ ഹൃദയത്തിന് ബോധിച്ച പുരുഷനാണ് ദാവീദ്. എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. അപ്പൊ എന്നോട് ഈ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് 2-3 പേര് അത് ചോദിച്ചു, എന്തുകൊണ്ടാണ് പാസ്റ്ററെ ഈ ദാവീദിനെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് വിളിക്കുന്നത്? അപ്പൊ അതിന്റെ ചില കാരണങ്ങൾ പറയാൻ, മുഴുവൻ കാരണങ്ങളും പറയുന്നില്ല, ചില കാരണം. ഒന്ന്, അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഈശായുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അപ്പൊ ഈശായുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. ഇറ്റ്സ് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. എൻ്റെ ഹൃദയത്തിന് ബോധിച്ച പുരുഷനാണ്. നമുക്കറിയാം ദാവീദ് 27-ാം സങ്കീർത്തനത്തിൽ പറയാം, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നെങ്കിൽ യഹോവ എന്നെ ചേർത്തുകൊള്ളു. ഉപേക്ഷിക്കപ്പെട്ട ഒരു ബാല്യമായിരുന്നു ദാവീദിന്. ചേട്ടന്മാരെല്ലാം വീട്ടിൽ താമസിക്കുന്നു, അഭ്യാസികളായി വളർത്തപ്പെടുന്നു, നല്ല എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടുന്നു. പക്ഷെ ദാവീദിനെ വളരെ ചെറുപ്പത്തിലേ കാട്ടിലേക്ക് വിട്ടു ആടിനെ മേയ്ക്കാൻ. വീട്ടിൽ തന്നെ തിരികടയായിരുന്നു എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ബാല്യം, വളരെ വേദന, അബാണ്ടന്റ് ചൈൽഡ്ഹുഡ്. അതായത് ഒരു ഓർഫനെ പോലെയാണ്, അനാഥനെ പോലെ. വീടുണ്ട്, കുടുംബം ഉണ്ടെങ്കിലും ഒരു അനാഥനെ പോലെയാണ് ദാവീദ് വളർന്നത്. അവൻ്റെ കൂട്ടുകെട്ടും ഒക്കെ ആടുകളുമായിട്ടുള്ള സമ്പർക്കമായിരുന്നു. അവൻ ആടുകളെ മേയാൻ വിട്ടിട്ട് അവൻ ആ കാട്ടിലിരുന്ന് ഇങ്ങനെ പാട്ടുകൾ പാടും. അങ്ങനെ ഈ സങ്കീർത്തനങ്ങളെല്ലാം ഉണ്ടായത്. ദാവീദ് ഈ സങ്കീർത്തനങ്ങളെല്ലാം കമ്പോസ് ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും ഇത് ആരെങ്കിലും ഒരാളോട് ഏറ്റുപാടുമെന്ന് ദാവീദ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പിന്നെ ഇസ്രായേൽ മുഴുവൻ പാടുമെന്ന് വിചാരിച്ചിട്ടില്ല. പിന്നെ നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തും നമ്മളിരുന്ന് പാടും എന്ന് വിചാരിച്ചിട്ടില്ല. ദാവീദ് അങ്ങനെയൊന്നും ഇമാജിൻ ചെയ്തിട്ടില്ല. ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയത് ഇത് കാസറ്റ് ഇറക്കാനോ CD ഇറക്കാനോ മറ്റുള്ളവരെ കൊണ്ട് പാടിക്കാനോ ഒന്നിനുമല്ല. അവനും ദൈവവും മാത്രം. ആ സായന്തനങ്ങളിൽ ആ തീക്കുണ്ടം ഒരുക്കി ആ മരത്തിന്റെ താന്ന കൊമ്പലിരുന്ന് ദാവീദ് ആ തീക്കുണ്ടത്തിലേക്ക് നോക്കും. ആ തീനാളങ്ങളുടെ പ്രഭ അവന്റെ മുഖത്ത് പ്രതിഫലിക്കുമ്പോൾ അവന്റെ ഉപേക്ഷിക്കപ്പെട്ട ബാല്യം ഒരു മുറിവായി അവന്റെ ഹൃദയത്തിൽ വരുമ്പോൾ അവൻ അവിടെ ഇരുന്ന് പാടും, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞു വന്നു, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. ഓരോ സങ്കീർത്തനങ്ങളും ദാവീദിന്റെ എക്സ്പീരിയൻസ് ആയിരുന്നു. ദൈവം ദാവീദിനെ കണ്ടുകൊണ്ടിരുന്നു, നോക്കിക്കൊണ്ടിരുന്നു. ദാവീദിന്റെ ഹൃദയത്തിന്റെ വേദനകൾ, ദുഃഖം, സങ്കടം, നൊമ്പരം, നിരാശ, തകർച്ചകൾ, എല്ലാത്തിനും കർത്താവായിരുന്നു സാക്ഷി. ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള പുരുഷൻ എന്ന് പറയുന്ന കുറെ ദാവീദിനെ സംബന്ധിച്ച് കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരുപാട് ടോപ്പിക്സ് ഇങ്ങനെ പ്രൊക്രാസ്റ്റിനേഷൻ എന്നൊരു വാക്കുണ്ട്. പ്രൊക്രാസ്റ്റിനേഷൻ എന്നാ പറഞ്ഞാൽ ഇന്ന് ചെയ്യേണ്ടത് നാളത്തേക്ക് വെക്കും, നാളെ ചെയ്യേണ്ടത് നാളെ കഴിഞ്ഞത്തേക്ക് വെക്കും. എപ്പോഴും കാര്യങ്ങൾ മാറ്റി മാറ്റി വെക്കുന്നതാണ്. അപ്പൊ എനിക്ക് ഈ ഭൂമിയിൽ പറയാനുള്ള ഒരു യോഗ്യത ഉണ്ടെങ്കിൽ ഞാൻ ഒരു മാസ്റ്റർ ഇൻ പ്രൊക്രാസ്റ്റിനേഷൻ ആണ് എൻ്റെ മാസ്റ്റർ ബിരുദം. കാരണം ഒന്നും എല്ലാം മാറ്റി വെച്ചുകൊണ്ടിരിക്കും എപ്പോഴും. ഞാൻ നിങ്ങളോട് തന്നെ പല ലൈവും പിന്നെ ചെയ്യാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ദാവീദിനെ കുറിച്ച് ഒരു ലൈവ് ചെയ്യാമെന്ന് ഞാൻ പറയുന്നില്ല. അതും ആഗ്രഹമുള്ളതാണ്, പക്ഷെ നടക്കുന്നില്ല. അപ്പോൾ പ്രൊക്രാസ്റ്റിനേഷനാണ്. അപ്പോൾ ഈ ദാവീദിനെ പറ്റി ചില കാര്യങ്ങളാണ് ഈ മോർണിംഗിൽ പറയുന്നത്. ഒന്ന്, ദാവീദിന്റെ ഹൃദയം. അതാണ് നമ്മുടെ വിഷയം. ഡേവിഡ്സ് ഹാർട്ട്. ഒന്നാമത് ദാവീദിന്റെ ഹൃദയം ദൈവത്തിന് ഇഷ്ടപ്പെട്ടതിന്റെ കാര്യം. ഈ ദാവീദിന്റെ ഹൃദയം നിങ്ങൾക്ക് പണ്ടത്തെ കഥ അറിയോ? കൊരങ്ങച്ചന്റെ ഹൃദയം മുതലയമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞ് അറിയോ? അതായത് മുതലയും കുരങ്ങനോട് ഭയങ്കര കൂട്ടുകാരായിരുന്നു. അപ്പൊ മുതലയമ്മയ്ക്ക് ഭയങ്കര അസുഖം വന്നു. അപ്പം വൈദ്യം പറഞ്ഞു, ഒരു കുരങ്ങിന്റെ ഹൃദയം സൂപ്പ് വെച്ച് കൊടുത്താൽ ഈ അസുഖം മാറുള്ളൂ, അതേ മാറത്തുള്ളൂ.
ചില പെണ്ണുങ്ങൾ അങ്ങനെയാണ്, കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കയറി പുതച്ചു മൂടി കിടക്കും, അത് കിട്ടുന്നവരെ കിടക്കും. വലിയ പ്രയാസമൊന്നുമില്ല. വേണം എഴുന്നേറ്റ് കഴിഞ്ഞപ്പം മുതലച്ചായനാണെങ്കിൽ പട്ടിണിയായി, കഞ്ഞിയില്ല, കറിയില്ല, നൂഡിൽസ് നിന്ന് അച്ചായൻ മടുത്തു. അപ്പം അച്ചായൻ പറഞ്ഞു, അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ വലിയ കൂട്ടുകാരനല്ലേ ആ കുരങ്ങൻ, അവന് കൂട്ടുകാരനെ കൊണ്ടുവരാൻ പറ്റുക, ആ ലോകം പറഞ്ഞു കൊണ്ടുപോവാ, ഇവിടെ വന്ന് കഴിയുമ്പോൾ വൈദ്യുതി തലക്കെട്ടൊരെണ്ണം കൊടുക്കും, നമുക്ക് സൂപ്പ് ഉണ്ടാക്കിയത്. ഹൃദയം കൊണ്ട് എനിക്ക് സൂപ്പും ഇറച്ചി വൈദ്യർക്ക് കഴിക്കുകയും ചെയ്യാം. അങ്ങനെ ഈ പെമ്പ്രോത്തിമാർ മുറുകി കഴിഞ്ഞാൽ പിന്നെ ആണുങ്ങൾ എന്തും ചെയ്യും, എന്ത് അക്രമവും ചെയ്യും. വീട്ടിൽ സ്വസ്ഥത വേണ്ടേ. അങ്ങനെ ഈ മുതലച്ചായൻ പോയി കൂട്ടുകാരനായ കുരങ്ങനെ വിളിച്ച് നമ്മുടെ വീട്ടിൽ ബിരിയാണി വെച്ചിട്ട് വരാൻ പറഞ്ഞു. പെമ്പ്രോത്തി കുറച്ച് പുതച്ചു മൂടി കിടക്കുക. അപ്പം മുതല പറഞ്ഞു നമുക്ക് വീട്ടിൽ ബിരിയാണി ആകുമ്പോൾ കുരങ്ങൻ ബിരിയാണി ഉണ്ടാവില്ല നിർത്തും, മുതലയുടെ പുറത്ത് കയറിയിരുന്നു. ഇങ്ങനെ പകുതി വഴി എന്ന് പറഞ്ഞു കുരങ്ങനോട്, നീ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തല്ല, അതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, ഞാൻ നിന്നോട് പറയുകയാണ്, കാരണം ഞാൻ നിന്നിപ്പോൾ കൊണ്ടുവന്ന ബിരിയാണി തരാനൊന്നുമല്ല, ഇതൊക്കെ പറഞ്ഞാൽ എൻ്റെ പെമ്പ്രോത്ത് 2 ദിവസമായിട്ട് പുതച്ചു മൂടി കിടക്കുകയാണ്. അപ്പം വൈദ്യം നിന്റെ ഹൃദയം എടുത്ത് ഒരു സൂപ്പ് വെക്കും, അത് പെമ്പ്രോത്തി കൊടുക്കാൻ വേണ്ടി നിന്നെ കൊണ്ടുവന്ന് നിന്നോട് പറയുന്നില്ലേ. കുരങ്ങൻ പറഞ്ഞു, അയ്യോ എൻ്റെ പൊന്ന് ചങ്ങാതി, ഇത് നിസ്സാര കാര്യമില്ല, ഇത് നേരത്തെ പറയണ്ടായിരുന്നോ, ഞാൻ ഹൃദയം എടുത്തില്ലെന്ന് പറഞ്ഞു. അപ്പം മുതൽ ചോദിച്ചു, ഹൃദയം എടുത്തില്ല? ഞങ്ങൾ കുരങ്ങന്മാർക്ക് അങ്ങനെയാണ്, ഹൃദയം വേണ്ടപ്പെടുത്താൽ മതി, ഞാൻ ഹൃദയം മാവയെ വെച്ചിരിക്കുകയാണ്, നിനക്ക് ഹൃദയമാണെങ്കിൽ ഞാനിപ്പോൾ എടുത്തോണ്ട് വരാറ്. മുതലിക്ക് വലിയ സന്തോഷമായി, ഹൃദയം തന്നെ കിട്ടുമല്ലോ. അപ്പം പെമ്പ്രോത്തിയുടെ വിഷമവും മാറും. അങ്ങനെ മുതല തിരിച്ച് കുരങ്ങനെ കൊണ്ടുവിട്ടു. കുരങ്ങൻ ചാടി മരത്തിന്റെ മുകളിൽ കയറി പോയെന്നൊക്കെയാണ് കഥ, സ്കൂളിൽ പഠിക്കുന്ന കഥയാണ്. ഹൃദയമേ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ദാവീദിന്റെ ഹൃദയം ദൈവത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ദാവീദിന്റെ ഹൃദയം ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. എന്താണ് കാരണം? കാരണം നമ്പർ 1, ദാവീദിന്റെ ഹൃദയം നന്ദിയുള്ള ഹൃദയമായിരുന്നു. ഡേവിഡ്സ് ഹാർട്ട് വാസ് എ താങ്ക്ഫുൾ ഹാർട്ട്. പോയിന്റ് നമ്പർ 1. നിങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ എവിടെയെങ്കിലും കൂട്ടായ്മ പ്രസംഗം നടത്തണമെങ്കിൽ നടത്തി അവൻ്റെ പോയിന്റ് പറഞ്ഞാൽ എഴുതിയെടുത്തു. അപ്പോൾ 1, താങ്ക്ഫുൾ ഹാർട്ട്. ദാവീദിന്റെ ഹൃദയം നന്ദിയുള്ള ഹൃദയമായിരുന്നു. ഈ നന്ദിയുള്ള ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയമാണ്. നമ്മൾ പല ആളുകൾക്ക് നന്ദിയുള്ള ഹൃദയം, താങ്ക്ഫുൾ ആണ്. വി ആർ നോട്ട് താങ്ക്ഫുൾ. ഐ ആം നോട്ട് എ താങ്ക്ഫുൾ പേഴ്സൺ. ഞാൻ ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ട് താങ്ക്ഫുൾ ആകാൻ. ബി താങ്ക്ഫുൾ ടു ഗോഡ് ആൻഡ് അതർ പീപ്പിൾ അറൗണ്ട് യു. ഞാൻ കുറേ വർഷം മുമ്പാണ്, ഒരു 10-35 കൊല്ലം മുമ്പാണ്, ഒരു 30 കൊല്ലം മുമ്പ്, ഞാൻ ഞങ്ങളുടെ അവിടെ ഒരു ഇലക്ഷനാണ്. അപ്പം ഈ ഇലക്ഷന് ഒരുത്തൻ മത്സരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പുറത്തെ പാനലിൽ ഭയങ്കര വോട്ട് കൊടുത്താണ്. ഞാൻ വോട്ടും എല്ലാം പിടിച്ച് ഒത്തിരി വോട്ടെല്ലാം ക്യാൻവാസ് ചെയ്ത് എല്ലാം വോട്ടെല്ലാം മറിച്ച് റെഡിയായി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നോട് ചോദിച്ചു, എടാ നീ ആ ബെന്നിക്ക് എതിരായിട്ടാണോ അവിടെ പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവൻ 8 തല പൊട്ടു, അതിനുള്ള എല്ലാ പണി ചെയ്തു വെച്ചിട്ടുണ്ടെന്ന്. അന്നേരം അമ്മ എന്നോട് പറഞ്ഞു, എടാ നന്ദി എന്ന് പറയുന്നത് വേണ്ടേ? ഞാൻ ചോദിച്ചു, എന്തോ നന്ദി? അന്നേരം ഞാൻ അതിനു മുമ്പ് ഈ ഒരു അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പം എൻ്റെ 3 ദിവസത്തെ മൂത്രം മുഴുവൻ എടുത്ത് കളക്ട് ചെയ്തിട്ട് കൾച്ചർ ചെയ്ത് പരിശോധിക്കണമായിരുന്നു, അങ്ങനെ ഡോക്ടർ പറഞ്ഞു. ഞാൻ 3 ദിവസവും ഒഴിക്കുന്ന മൂത്രം മുഴുവൻ ഒരു ജാറിൽ ശേഖരിച്ച് വെച്ചിരിക്കുക. അപ്പം ഈ പറഞ്ഞ ഇവൻ എൻ്റെ ഒരു കൂട്ടുകാരനാണ്, ഇവനാണ് ഇതെടുത്ത് തോളെ വെച്ച് ബസ്സേ കയറ്റി കോട്ടയത്ത് ലാബോറട്ടറി കൊണ്ട് പരിശോധിച്ചു. എൻ്റെ മൂത്രം ഒരു ജാറ് ചുമന്നുകൊണ്ട് പോയതാണ്. എൻ്റെ അമ്മ എന്നോട്, ചേട്ടാ നിന്റെ മൂത്രം ചുമന്നുകൊണ്ട് പോയത് ഓർത്താൽ മതിയല്ലോടാ, നിനക്ക് നാണമില്ലേ എന്നോട് ചോദിച്ചു. ഞാൻ ചോറുണ്ണാൻ വേണ്ടി ഞാനിങ്ങനെ ചോറിനകത്ത് കൈ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോറുണ്ടില്ല, ഞാൻ എഴുന്നേറ്റു, ഞാൻ ഊരിയിട്ട ഷർട്ടിട്ടു. അന്ന് രാത്രി മുഴുവൻ ഉറങ്ങാതെ നേരം വെളുക്കുന്നവരെ ഞാൻ പോയി തിരിച്ചു വർക്ക് ചെയ്തു. ഭയങ്കര ശ്രമകരമായിരുന്നു. പക്ഷേ ഓപ്പോസിറ്റ് പാനലിൽ നിന്ന് ഈ പുള്ളിയെ ജയിപ്പിച്ചെടുത്തു. അതിൽ പിന്നെ ഇന്ന് വരെ അതെനിക്കൊരു പാടായിരുന്നു. എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചു. അതിൽ പിന്നെ ഇന്ന് വരെ പരമാവധി ഞാൻ നന്ദി കാണിച്ചിട്ടുണ്ട്, നന്ദികേട് കാണിച്ചിട്ടില്ല. നന്ദി അത്ര വലുതായിട്ട് നന്ദിയും കാണിച്ചിട്ടുണ്ട്, പക്ഷേ നന്ദികേട് ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം അത് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പം കർത്താവുമായിട്ട് കൂടെ നടക്കാൻ തുടങ്ങിയപ്പം സ്വാഭാവികമായിട്ടും നന്ദി വരുന്നുണ്ട്. അപ്പം നമുക്കൊരു നന്ദിയുള്ള ഹൃദയം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഹൃദയം എങ്ങനെയുള്ളതാണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്കൊരു താങ്ക്ഫുൾ ഹാർട്ടാണോ ഉള്ളത്? നന്ദിയുള്ള ഹൃദയം. ഈ നന്ദിയുള്ള ഹൃദയം ഇല്ലെങ്കിൽ എന്നാ കുഴപ്പമെന്നറിയോ? നന്ദിയുള്ള ഹൃദയം ഇല്ലെങ്കിൽ പൗലോസ്ലീഹയാണ് നമ്മളെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്. ഈ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതുമ്പോൾ 1-ാമത്തെ അധ്യായം, റോമാലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം, റോമൻസ് 1:21.
അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവിടുത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ഞാൻ പ്രതീക്ഷിക്കുന്ന വിനു ജോസഫിന്റെ POC തർജ്ജിമ ചിലപ്പോൾ ഇവിടെ കമന്റായിട്ട് വരുമായിരിക്കും ഈ വാക്യത്തിന്. എങ്ങനെയാണ് നമുക്കത് വായിക്കാം. അപ്പം അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവം എന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അപ്പൊ നന്ദിയില്ലാത്ത ഹൃദയത്തിന് എന്ത് സംഭവിക്കും? ഹൃദയം ഇരുണ്ടുപോകും. ഇരുണ്ടുപോകും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലൈറ്റ് പോകും. അപ്പൊ ഹൃദയത്തിൽ ലൈറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട്, ഹൃദയത്തിൽ ലൈറ്റ് ഉണ്ട്. അപ്പം ഈ ഹൃദയത്തിലെ ലൈറ്റ് ഇപ്പൊ എങ്ങനെയാ ഹൃദയത്തിൽ ലൈറ്റ് പോണേ? ഇപ്പൊ നമ്മളെ കള്ളൻ വരുന്നു, കള്ളൻ വന്നിട്ട് മോഷ്ടിക്കുക. വീട്ടിൽ കള്ളൻ കയറുന്നതിന് മുമ്പ് കള്ളൻ എന്നാ ചെയ്യും? പോസ്റ്റേ ചെന്ന് ഫ്യൂസ് വരും, അപ്പൊ കറണ്ട് പോകും. കറണ്ട് കളയുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. ഇരുട്ട് കഴിഞ്ഞാൽ പിന്നെ കള്ളൻ വരും. രാത്രിയിൽ തുറക്കും കള്ളൻ. അറുപ്പാനും പിടിപ്പാനും മോഷ്ടിപ്പാനാണ്. ഹൃദയത്തിലോട്ട് വരും. അപ്പൊ ഇരുണ്ട ഹൃദയത്തിലേക്ക് കള്ളൻ പെട്ടെന്ന് വരും. മനസ്സിലായോ? ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനത്തെ സാത്താൻ മോഷ്ടിച്ചുകൊണ്ട് പോകുമെന്ന് മത്തായി സുവിശേഷം 4 യേശു പറഞ്ഞിട്ടുണ്ടല്ലോ. സാത്താൻ വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകും, വിത്തുകളെ മോഷ്ടിച്ചുകൊണ്ട് പോകും. മത്തായി സുവിശേഷം 13 ഉപമ പറയുന്നത്, വിതയ്ക്കുന്നവന്റെ ഉപമ യേശു കർത്താവ് പറയുന്ന ഒരു സംഭവമാണ്. വിതയ്ക്കുന്ന വിത്ത് മോഷ്ടിച്ചു കൊണ്ടുപോകും. അപ്പൊ ഹൃദയത്തിൽ നിന്ന് ചിലത് മോഷ്ടിക്കാൻ പിശാചിന് ആഗ്രഹമുണ്ട്. അപ്പൊ വിവേകമില്ലാത്ത ഹൃദയം, നന്ദിയില്ലാത്ത ഹൃദയം, എ ഡാർക്കൻഡ് ഹാർട്ടാണ്. ദാവീദിന്റെ ഹൃദയം എന്തായിരുന്നു? ലൈറ്റഡ് ഹാർട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ നിങ്ങൾ വായിക്കണം, മുഴുവൻ പ്രൈസാണ്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ദൈവത്തെ സ്തുതിച്ച ഒരാളില്ല. സന്തോഷകാലത്തും സന്താപകാലത്തും ദുഃഖം വന്നാലും രോഗം വന്നാലും അടച്ചിട്ടാലും തുറന്നിട്ടാലും എന്ത് സംഭവിച്ചാലും ദൈവത്തെ സ്തുതിക്കുക. സ്തുതിയും സ്തോത്രവും ഉണ്ട് കേട്ടോ. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. എന്താണ് സ്തുതിയും സ്തോത്രവും തമ്മിലുള്ള വ്യത്യാസം എന്ന് നിങ്ങൾ അറിയണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്തതായ നല്ല ഉന്നതിയും ഇടവിടാതെ സദാസമയവും സമർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്കകത്ത് കാണുന്നത് സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്തതായ നല്ല ഇതെല്ലാം വ്യത്യസ്തമാണ്. അപ്പൊ പ്രൈസ് ആൻഡ് താങ്ക്സ് ഗിവിങ്. അപ്പം സ്തുതിയുണ്ട്, സ്തോത്രമുണ്ട്, ആൻഡ് താങ്ക്സ് ഗിവിങ്. സ്തുതി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം എന്തായിരിക്കുന്നോ അതിന് നിമിത്തം നമ്മൾ ചെയ്യുന്നതാണ് സ്തുതി. ദൈവം അങ്ങനെ ആയിരിക്കുന്നു, അതുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമായിരിക്കുന്നത് നമ്മൾ സ്തുതിക്കുന്നു. താങ്ക്സ് ഗിവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം നമുക്ക് ചെയ്തു തന്ന ഉപകാരങ്ങളെ ഓർത്ത് ചെയ്യുന്നതാണ് സ്തോത്രം. ഇതാണ് സ്തുതിയും സ്തോത്രവും തമ്മിൽ ഉള്ള വ്യത്യാസം. സ്തുതി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ബീയിങ്ങിന് കൊടുക്കുന്നതും, സ്തോത്രം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഡൂയിങ്ങിന് കൊടുക്കുന്നതുമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ സ്തുതി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ബീയിങ്ങിന് കൊടുക്കുന്നതും, സ്തോത്രം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഡൂയിങ്ങിന് കൊടുക്കുന്നതാണ്. സ്തുതി എന്ന് പറഞ്ഞാൽ ദൈവം ആയിരിക്കുന്നതിന് കൊടുക്കുന്നതും, സ്തോത്രം എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്തതിന് കൊടുക്കുന്നതുമാണ്. ദാവീദ് ഭയങ്കര താങ്ക്ഫുൾ ഹാർട്ടാണ്. ദൈവം ചെയ്ത ഓരോ ഉപകാരങ്ങളും എണ്ണി പറഞ്ഞ് എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ദാവീദ് തന്നെ ഇരിക്കുമ്പോൾ തന്റെ ഹൃദയത്തോട് പറയാ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗം അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. കണ്ടോ? സെൽഫ് കൗൺസിലിംഗ്. സ്വയം പറയാ, ദാവീദേ, ഈശായുടെ മോനെ, നീ മര്യാദയ്ക്ക് ദൈവത്തെ സ്തുതിക്കുവാണ്, മറന്നുപോകല്ലേ സ്തോത്രം ചെയ്ത്. താങ്ക്ഫുൾ ഹാർട്ട്. അപ്പൊ ഗോഡ് ഡിലൈറ്റ്സ് ഇൻ എ താങ്ക്ഫുൾ ഹാർട്ട്. അപ്പൊ നമ്മളിൽ ദൈവം സന്തോഷിക്കുകയാണ്. അപ്പൊ നമ്മൾ നന്ദിയുള്ളവരാകുമ്പോൾ, ദൈവത്തോട് മാത്രമല്ല കേട്ടോ, മനുഷ്യരോടും. അപ്പൊ ദൈവത്തോടും മനുഷ്യരോടും നമ്മൾ നന്ദിയുള്ളവരാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങും? ലൈറ്റ് കത്തും. കുറച്ച് നന്ദി കാണിച്ചാൽ കുറച്ച് ലൈറ്റ് കത്തും, കുറച്ചുകൂടെ നന്ദി കാണിച്ചാൽ കുറച്ചുകൂടെ ലൈറ്റ് കത്തും, കുറച്ചും കൂടെ നന്ദി കാണിച്ചാൽ കുറച്ചും കൂടെ ലൈറ്റ് കത്തും. നമ്മൾ പൂർണ്ണമായും ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളവനാണെങ്കിൽ
നമ്മുടെ ഹൃദയം പ്രകാശപൂരിതമായി മാറും. ദാവീദിന്റെ ഹൃദയം ഒരു താങ്ക്ഫുൾ ഹാർട്ടായിരുന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയോ? താങ്ക്ഫുൾ ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹംബിൾ ഹാർട്ട്. രണ്ടാമത്തെ പോയിന്റാണ്, കുറിച്ച് വെച്ചോ. ദാവീദിന്റെ ഹൃദയം ഹംബിൾ ഹാർട്ടായിരുന്നു, താഴ്മയുള്ള ഹൃദയം. ഈ താഴ്മയുള്ളവന് മാത്രമേ നന്ദി പറയാൻ പറ്റത്തുള്ളൂ. അഹങ്കാരിയായ മനുഷ്യൻ പറയത്തില്ല, നന്ദി പറയത്തില്ല, താങ്ക് യു പറയാൻ പറ്റത്തില്ല. ബി താങ്ക്ഫുൾ, നന്ദിയുള്ളവരായിരിക്കും. പൗലുശ്രീ എത്ര പ്രാവശ്യം എഴുതിയിട്ടുണ്ട്? കൊലാസ്യ റോമാലേഖനത്തിലും എല്ലാം ഈ നന്ദി കാണിക്കേണ്ടതിനെ പറ്റി, നന്ദിയുള്ളവരായി. എഫേസ്യ ലേഖനത്തിൽ പൗലുസ് മിക്കവാറും എഴുതിയിട്ടുണ്ട് നന്ദി കാണിക്കേണ്ട ആവശ്യം. ബി താങ്ക്ഫുൾ. നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആളുകൾക്ക് പലപ്പോഴും വിസ്മരിച്ചു പോകുന്ന ഒരു കാര്യമാണ് നന്ദി കാണിക്കുക. ബി താങ്ക്ഫുൾ. അപ്പൊ നമ്മുടെ ഹൃദയം എങ്ങനെയുള്ള താങ്ക്ഫുൾ? അപ്പൊ താങ്ക്ഫുൾ ഹാർട്ട് ആകണമെങ്കിൽ അതൊരു ഹംബിൾ ഹാർട്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ താങ്ക്ഫുൾ ആകുമ്പോൾ നിങ്ങൾ ഹംബിൾ ആകും. താങ്ക്ഫുൾ ആകുന്നതിനുള്ള തടസ്സം എന്നാണെന്നറിയോ? നമ്മുടെ അഹങ്കാരമാണ്. അപ്പം നമ്മൾ നന്ദിയുള്ളവനാകാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ അഹങ്കാരം നമ്മളെ എന്ത് ചെയ്യും? തടഞ്ഞുകൊണ്ടിരിക്കും. നന്ദിയുള്ളവനായ മതി, അഹങ്കാരം തന്നെ താഴ്പോവും. അപ്പൊ നിങ്ങൾക്ക് താഴ്മയുള്ള ഒരു ഹൃദയം വേണോ? താഴ്മയെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? നന്ദിയുള്ളവനായാൽ താഴ്മ വരും. ഇത് തമ്മിൽ കണക്റ്റഡ് ആണ്. നമുക്ക് നന്ദി ഇല്ലാത്തതുകൊണ്ടാണ് താഴ്മ. അപ്പം നന്ദിയുള്ളവരാക്കി എല്ലാത്തിനോടും നന്ദി ഉള്ളവരാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ താഴ്മ വരും. അപ്പം നന്ദിയുള്ളവനായിരിക്കുക എന്നുള്ളതാണ് താഴ്മയുള്ളവനായിരിക്കുക എന്നുള്ളതിന്റെ ഷോർട്ട് കട്ട്. അപ്പം നിങ്ങൾ നന്ദിയുള്ളവനായിരുന്നാൽ മതി, താഴ്മ തന്നെ വരും. അപ്പൊ ദാവീദിന്റെ ഹൃദയത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത, ഇറ്റ് വാസ് എ ഹംബിൾ ഹാർട്ട്. അതൊരു താഴ്മയുള്ള ഹൃദയമായിരുന്നു. അഹങ്കാരമില്ല, താഴ്മയാണ്. ദാവീദിന്റെ സങ്കീർത്തനങ്ങളിലൂടെ നിങ്ങൾ പോയാൽ ഇതിന്റെ വാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേട്ടുകൊണ്ട്, ഒന്നും രണ്ടും വാക്യമല്ല, ധാരാളം വാക്യങ്ങളുണ്ട്. അത്ര താൻ എത്രമാത്രം താഴ്മയോടെയാണ് ദൈവസന്നിധിയിൽ നിന്നത് എന്നുള്ളത്. ചില ആളുകളുണ്ട് ഈ ആക്ടിങ് ആണ്. ചില ആളുകൾ ആക്ടിങ് ആണ്, അതായത് ഈ താഴ്മ അഭിനയിക്കുകയാണ്. താൻ താഴ്മയുള്ളവനാണെന്ന് ഒക്കെ അഭിനയിക്കും. പക്ഷെ ഒരിക്കലും നമ്മൾ താഴ്മ അഭിനയിക്കരുത്. ഒറിജിനൽ താഴ്മ വരണം. ചില ആളുകൾ പറയും, ഓ ദൈവമേ, ദൈവമാണ് എനിക്കിതെല്ലാം തന്നത്. മനസ്സിൽ പറയും, ഓ പിന്നെ ഞാൻ പണി ചെയ്തുണ്ടാക്കിയല്ല, ഞാൻ ബിസിനസ്, എൻ്റെ മിടുക്കാണ്. എൻ്റെ മിടുക്കാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും ഹൃദയത്തിൽ അങ്ങനെ പറയരുത്. നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ പറയുന്നുണ്ടോ നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഹൃദയത്തിൽ താഴ്മയുള്ള മനുഷ്യൻ ദൈവം കടാക്ഷിക്കുന്ന അങ്ങനെയുള്ളവരെയാണ്. അപ്പൊ നമ്മുടെ ഹൃദയം എങ്ങനെയായിരിക്കുന്നു? മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, നീ പുറമേ ഉള്ളതെന്ന് നോക്കണ്ട. നീ ഹൃദയത്തിന്റെ അടിയിലേക്കാണ് ദൈവം നോക്കുന്നത്. അതുകൊണ്ട് ഈ ദാവീദിനെ അഭിഷേകം ചെയ്യാൻ വേണ്ടി ശമൂവേൽ പോകുമ്പോഴും ദാവീദിനെ പറ്റി ശമൂവേലിനോട് ദൈവം പറയുന്നതാണ്, അവന്റെ ഹൃദയത്തെയാണ് നോക്കേണ്ടത്. നീ മുഖമോ പൊക്കമോ പുറമേ ഉള്ളതൊന്നും നോക്കണ്ട, അവന്റെ ഹൃദയത്തെ ഞാൻ കണ്ടിട്ടുണ്ട്, ഐ ലൈക്ക് ഇറ്റ്. ദൈവത്തിന്റെ ദാവീദിന്റെ ഹൃദയമാണ് ഇഷ്ടപ്പെട്ടത്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ അച്ഛന്മാരെയൊക്കെ ഇഷ്ടപ്പെടും, അല്ലെ തിരുമേനിമാരെ. നമ്മൾ കുർബാനയ്ക്ക് ട്യൂണുണ്ടോ എന്നൊക്കെയാണ് നോക്കുന്നത്. കണ്ടാൽ നല്ല സൗന്ദര്യമുണ്ടോ, നല്ല താടിമീശയുണ്ടോ, കുപ്പായ എങ്ങനെയുണ്ട്. പെർഫോമൻസ് ബേസ്ഡ് ആണ് നമ്മുടെ ഇവാലുവേഷൻ. അങ്ങനെയാണ്. ഒമ്പടെ ഇനി അച്ഛൻ എന്തോ ഒരു ചൊല്ലുത്താചൊല്ല്. ദൈവമാണ്, ദൈവ ഹൃദയത്തെയാണ്. അതുകൊണ്ടാണ് ദാവീദിന് ശമൂവേലിനോട് ദൈവം പറയാണ്, നീ അവന്റെ മുഖമോ പൊക്കമോ ഒന്നും നോക്കണ്ട, നീ എന്ത് ചെയ്താൽ മതി, ഞാൻ നോക്കുന്ന അവന്റെ ഹൃദയത്തെയാണ്. സാമാന്യ ജനം ഒരു ശ്വാസവും ശ്രേഷ്ഠ ജനം ഒരു ബോഷ്കും അത്രേ. തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ. അവൻ എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും ദൈവത്തിന്റെ എൻ്റെ ഉറപ്പുള്ള പാറയും എൻ്റെ സങ്കേതവുമാകും. ഇപ്പൊ ദാവീദ് റിപ്പീറ്റ് ചെയ്ത് ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, എൻ്റെ ആശ്രയം ദൈവത്തിലാണ്, എൻ്റെ സങ്കേതം ദൈവമാണ്, എൻ്റെ പാറ ദൈവമാണ്, എൻ്റെ കോട്ട ദൈവമാണ്, എൻ്റെ അഭയസങ്കേതം ദൈവമാണ്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിങ്കിൽ നിന്ന്. അപ്പം ദാവീദിന്റെ ഹൃദയത്തിന്റെ ഒരു പ്രത്യേകത, മൂന്നാമത്തെ പ്രത്യേകത, ഇറ്റ് വാസ് എ ട്രസ്റ്റിംഗ് ഹാർട്ട്.
ആശ്രയിക്കുന്ന ഹൃദയമായിരുന്നു. ഇപ്പം നിങ്ങളിൽ എത്ര പേർക്കുണ്ട് ഹൃദയത്തിലുള്ള ആശ്രയം? നമ്മൾ ആശ്രയിക്കുന്നത്, നമുക്കത് അപ്പം എന്ന കോലിനെ ഞാൻ അശേഷം ഒടിച്ചു കളയും. നമ്മൾ എവിടെയാണ് ആശ്രയം വെക്കുന്നത്? നമ്മുടെ ബോൺസ്, സ്ഥിര നിക്ഷേപങ്ങൾ, എസ്റ്റേറ്റ്, നമ്മൾ എന്തിലാണ് ആശ്രയം വെക്കുന്നത്? അല്ലെ നമ്മുടെ ജോലി, ബിസിനസ്, സ്വർണത്തിലുള്ള നിക്ഷേപം, കമോഡിറ്റി ഷെയർ ഉണ്ടല്ലോ, ഷെയർ മാർക്കറ്റിലെ, അല്ലെ മ്യൂച്വൽ ഫണ്ട്സ്, കടപ്പത്രങ്ങൾ, നമ്മൾ എന്താണ്, എവിടെയാണ് നിക്ഷേപം? ഓരോരുത്തരും സ്വയം നോക്കണം നമ്മുടെ ആശ്രയം എവിടെയാണ്. ലോകത്തിലുള്ള മനുഷ്യർക്ക് പല പല ആശ്രയങ്ങളാണ്. പക്ഷെ എൻ്റെ ആശ്രയം, ഐ ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. അപ്പൊ ദാവീദിന്റെ ഹൃദയം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഹൃദയം. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം അതാണ്. നമ്മുടെ ആശ്രയം ചിലർക്ക് രഥങ്ങളിലും മറ്റു ചിലർക്ക് കുതിരകളിലുമാകുന്നു. ദാവീദാ പറയുന്നേ, ആശ്രയം ചിലർക്ക് രഥങ്ങളിൽ, ആശ്രയം മറ്റു ചിലർക്ക് കുതിരകളിൽ. അപ്പൊ നമ്മുടെ ആശ്രയം രഥങ്ങളിലോ കുതിരകളിലോ പണത്തിലോ നിക്ഷേപത്തിലോ എസ്റ്റേറ്റിലോ അങ്ങനെ എന്തിലെങ്കിലും ആണോ? എവിടെയാണ് ആശ്രയം? നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞിട്ടായില്ല, നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യണം. നമ്മൾ റിലാക്സ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾ എന്ത് വന്നാലോ കുഴപ്പമില്ല, MLA നമ്മുടെ ഫ്രണ്ടാണ്, അല്ലെ മന്ത്രിയായിട്ട് നമുക്ക് ബന്ധമുണ്ട്. നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലുമൊക്കെ ചില ലിങ്ക്സ് ഉണ്ട്. ഇങ്ങനെ വന്നാൽ ഇങ്ങനെയുണ്ട്, ഇന്നയാളെ വിളിക്കാം, നമ്മുടെ ഇന്നടത്തെ ലീലാമേൻ്റെ വിളിക്കാം, ലീലാമേൻ്റെ നമുക്കൊരു. പക്ഷെ നമ്മുടെ അൾട്ടിമേറ്റ് ഫണ്ടമെന്റൽ നമ്മുടെ ആശ്രയം ദൈവമാണെങ്കിൽ, അപ്പം എന്ന ആശ്രയം, നമ്മുടെ ആശ്രയം ദൈവം. ദാവീദിന്റെ ആശ്രയം അതാണ്. കാരണം ദാവീദ് ഒരുപാട് പ്രാവശ്യം സിംഹാസനം വിട്ട് ഓടിപ്പോകേണ്ടി വന്നിട്ടുണ്ട്, ശൗലിനെ പേടിച്ച് ഓടേണ്ടി വന്നിട്ടുണ്ട്, അബ്ശാലോമിനെ പേടിച്ച് ഓടേണ്ടി വന്നിട്ടുണ്ട്, ശത്രുക്കൾ വന്ന് സിക്ലാഗ് കൊള്ളയിട്ടു, മുഴുവൻ തീ വെച്ച് കത്തിച്ച് കളഞ്ഞു, തൻ്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. കൂടെയുള്ളവർ മുഴുവൻ ദാവീദിനെ കുറ്റപ്പെടുത്തി, നീ കാരണമാടാ, നീ ഒറ്റയൊരുത്തൻ കാരണമാ. ഇപ്പൊ അമേരിക്കയിൽ എല്ലാവരും ട്രംപിനെ കുറ്റപ്പെടുത്തുകയാണ്. കഴിഞ്ഞ വർഷം ട്രംപിന് കീഴെ വിളിച്ചവരും ഒക്കെ ഇവിടെ ലൈവിൽ വന്ന് ട്രംപിനെ ചെയ്തു, ട്രംപ് കാരണമാണ് കൊറോണ വന്നു, പുള്ളി മുൻകരുതലെടുത്തില്ല, പുള്ളി വലിയ പുതപ്പ് വെച്ച് ന്യൂയോർക്ക് മുഴുവൻ മൂടനായിരുന്നു, ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ ഈ പറയുന്നത് ജനുവരി 19 ട്രംപ് ചൈനയിൽ നിന്നുള്ള ഫ്ലൈറ്റ് നിരോധിച്ചതാണ്. അന്ന് ഇവിടുത്തെ ഡെമോക്രാറ്റുകളും ഇവിടെയുള്ള ബാക്കിയുള്ളവരും ചൈനക്കാരും കൂടി ബഹളം വെച്ചു. അന്ന് ചൈനക്കാർ ഗ്യാരണ്ടി ചെയ്തു ഇത് പകരുന്ന രോഗമല്ല, അതിന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞു ഇത് പകരത്തില്ല. പക്ഷെ അതിനു മുമ്പ് ജനുവരി 19 ചൈനയിൽ നിന്നുള്ള എല്ലാ വിമാനവും ട്രംപ് ക്യാൻസൽ ചെയ്ത. അപ്പൊ ട്രംപിനെ ഇവർ വിളിച്ചത് റേസിസ്റ്റ് ആണ്, വംശീയ വിദ്വേഷമാണ്, ചൈനയോട് കാണിക്കുന്ന വിവേചനമാണ്, തേങ്ങയാണ്, മാങ്ങയാണെന്ന് പറഞ്ഞ് ഡെയിലി 10 വിമാനം ചൈനയിൽ നിന്ന് ന്യൂയോർക്ക് വന്ന് ചാടുന്നേ. ട്രംപ് ക്യാൻസൽ ചെയ്തതാണ് 19. എന്നിട്ട് അയാളെ മുൻകരുതൽ എടുത്തില്ല. ഇപ്പൊ അയാളെ കുറ്റപ്പെടുത്തുക. യുദ്ധത്തിന് പോയിച്ച് തിരിച്ചു വന്ന ദാവീദ് വന്നു കഴിഞ്ഞപ്പോഴേക്കും സിക്ലാഗ് മുഴുവൻ കാലിയാണ്, മുഴുവൻ കത്തിച്ച് പെണ്ണുങ്ങളെ പിള്ളേരെ എല്ലാം ശത്രുക്കൾ പിടിച്ചോണ്ടും പോയി. ദാവീദ് കരഞ്ഞപ്പോ കൂടെയുള്ളൊരു ദാവീദിനെ തെറി വിളിച്ചു, നീ കാരണമെന്ന് പറഞ്ഞു. മനസ്സിലായി, കൂടെ കരയാൻ പോലും ആരുമില്ല. അപ്പൊ ദാവീദിന്റെ ജീവിതത്തിൽ മുഴുവൻ കണ്ടിന്യൂസ് അങ്ങനെയുള്ള അനുഭവം. ദൈവം മാത്രമേ ഉള്ളൂ. അവിടെ എഴുതിയിരിക്കുന്നതിനാണെന്നറിയോ, ദാവീദ് തനിക്ക് ബലമില്ലാതാകുവോളം കരഞ്ഞെന്ന്. തനിക്ക് ബലമില്ലാതാകുവോളം കരഞ്ഞു. ഒരു രാജാവാണ്, ഒരു ധീരനാണ്, ഒരു യോദ്ധാവാണ്, ഒരു പുരുഷനാണ്. ആ പരിഗണന ഒന്നും എടുത്തില്ല. പൊട്ടിക്കരഞ്ഞു ദാവീദ്. ദാവീദിന്റെ ഹൃദയത്തിന്റെ അടുത്ത പ്രത്യേകത നമ്മളവിടെ കാണുക, ഇറ്റ്സ് എ ബ്രോക്കൺ ഹാർട്ട്. തകർന്ന ഹൃദയമായി, കണ്ണുനീര് വരുന്ന ഉടഞ്ഞ ഹൃദയം. അടുത്ത വാക്യത്തിലാണ്, ഡേവിഡ് എൻകറേജ്ഡ് ഹിംസെൽഫ്. ദാവീദ് അവനെ തന്നെ ധൈര്യപ്പെടുത്തി. കാരണം വേറെ ആരും ധൈര്യപ്പെടുത്താനില്ല. കാരണം അവന്റെ ആശ്രയം ദൈവത്തിലാണ്. അപ്പൊ ഇറ്റ് വാസ് എ ട്രസ്റ്റിംഗ് ഹാർട്ട്, ഇറ്റ് വാസ് എ ബ്രോക്കൺ ഹാർട്ട്. ദാവീദ് തന്നെ പറയാണ്, തകർന്ന് നുറുങ്ങിമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുന്നില്ല. എ ബ്രോക്കൺ ആൻഡ് കോൺട്രൈറ്റ് ഹാർട്ട്. തകർന്ന് നുറുങ്ങിമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുന്നില്ല. നമ്മൾ ദാവീദിൽ പ്രസാദിച്ച് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതാണ് തകർന്ന് നുറുങ്ങിമിരിക്കുന്ന ഹൃദയത്തെ. അപ്പൊ നമ്മൾ എത്രയാ പറഞ്ഞേ? ഒന്ന്, ദാവീദിന്റെ ഹൃദയം ഒരു നന്ദിയുള്ള ഹൃദയമായിരുന്നു. അതിനൊക്കെ ഒത്തിരി പോയിന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ പ്രസംഗം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം വെച്ച് ഇങ്ങനെ ഗംഭീരാക്കാം.
ഒന്ന് ഒരു നന്ദിയുള്ള ഹൃദയമായിരുന്നു, 2 അത് താഴ്മയുള്ള ഹൃദയമായിരുന്നു, 3 അത് ആശ്രയിക്കുന്ന ഹൃദയമായിരുന്നു, 4 അതൊരു തകർന്ന ഹൃദയമായിരുന്നു. 5ാമത് ഒരെണ്ണം കൂടെ പറയാം. വേറെ 5 പോയിന്റും ഉണ്ട്, അത് വേണേൽ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോണം. 5ാമത് അടുത്തൊരു പോയിന്റ് കൂടെ പറയണം. ദാവീദിന്റെ ഹൃദയം ഇറ്റ് വാസ് എ സെർച്ചബിൾ ഹാർട്ട്. സെർച്ചബിൾ ഹാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശോധിക്കപ്പെടാവുന്ന ഹൃദയമായിരുന്നു. ദാവീദ് ഒരിക്കലും ഹൃദയത്തെ അടച്ചു വെച്ചില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 139 സങ്കീർത്തനം, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിഞ്ഞിരിക്കുന്നു, എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ വായിലില്ല. അപ്പൊ പറയാണ്, നീയല്ലോ എൻ്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. അപ്പൊ അവിടെ പറയാണ്, എൻ്റെ ഹൃദയത്തെ നീ അറിയുന്നു. എന്നിട്ട് 23-ാം വാക്യം, ദൈവമേ എന്നെ ശോധന ചെയ്ത് അറിയണമേ. ദൈവമേ എന്നെ ശോധന ചെയ്ത് അറിയണമേ, എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ. അപ്പം ദാവീദ് ദൈവത്തോട് പറയാണ്, ദൈവമേ സെർച്ച് മൈ ഹാർട്ട്, കർത്താവേ എൻ്റെ ഹൃദയം അകത്ത് കയറി ഒന്ന് പരിശോധിക്കണമേ. മനസ്സിലായോ? അകത്ത് കയറി ഒന്ന് പരിശോധിക്കണമെന്ന്. എന്നാ ഈ നമ്മുടെ ഒരു കോമഡി ഉണ്ടല്ലേ, സിനിമയുടെ കോമഡി നമ്മളെപ്പോഴും കാണുന്ന, പോലീസുകാരിങ്ങനെ പോയി കഴിയുമ്പം ശങ്കരാടി പറയുന്നുണ്ട് ഒന്ന് കയറി നോക്കിച്ചു പോകണം. അപ്പൊ പോലീസുകാർ പറയേ വേണ്ട നോക്കണ്ട. അപ്പൊ ശങ്കരാടി പറയും അങ്ങനെയല്ല, ഒന്ന് കയറി നോക്കിച്ചു പോകണം. അപ്പൊ അങ്ങനെ 2 കള്ളന്മാരെയൊക്കെ കിട്ടുന്നുണ്ട് അതിനകത്ത് എന്ന് പറഞ്ഞ പോലെ. നിങ്ങളൊന്നും അങ്ങനെ ദാവീദ് പറയുന്നോണ്ട് പറഞ്ഞേക്കല്ലോ കേട്ടോ, വലിയ കുഴപ്പത്തിലായി. ദാവീദിനറിയാം അവന്റെ ഹൃദയത്തിൽ ഒരു കുഴപ്പമില്ല. പറയാണ്, ദൈവമേ സെർച്ച് മൈ ഹാർട്ട് ലോർഡ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്ന് നോക്കണേ, ഡോക്ടറെ ഒന്ന് നോക്കണേ, ഹൃദയത്തിന് വല്ല അടവോ വല്ല കുഴപ്പമോ. ദാവീദ് തന്റെ ഹൃദയം ദൈവത്തിന് ഏൽപ്പിച്ചു പരിശോധിക്കാൻ. വണ്ടി കൊണ്ട് നമ്മൾ ഊട്ടിക്ക് പോകുന്നതിന് മുമ്പ് വണ്ടി കൊണ്ട് കൊടുക്കരുത്. ആ വണ്ടിയെല്ലാം നോക്കിയേക്കണം കേട്ടോ, കാറ്റും ഇഞ്ചിനും കണ്ടീഷനും എല്ലാം നോക്കിയേക്കണം. കാരണം ഊട്ടിക്ക് പോകാൻ നിത്യതയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി ഹൃദയത്തെ ദൈവത്തിന്റെ കയ്യിൽ പരിശോധിക്കാൻ ഏൽപ്പിക്കണം. കർത്താവെ ഒന്ന് പരിശോധിച്ചേക്ക്, എവിടെയെങ്കിലും വല്ല പ്രശ്നം ഏനക്കേടുണ്ട് എവിടെ കൊടുക്കാൻ പറ്റുമോ? ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഒരു വീട്ടിൽ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നു. പെന്തക്കോസ്തിൽ ആയിരിക്കുന്ന സമയത്താണ്. അപ്പം പെന്തക്കോസ്തിൽ ഞാൻ സാമാന്യം തരക്കേടില്ലാത്തൊരു പ്രസംഗനൊക്കെ ആയതുകൊണ്ട് ചില ആളുകളൊക്കെ എന്നെ വിളിക്കും പ്രാർത്ഥിക്കാൻ. ഞാനിങ്ങനെ ചെന്ന് അവിടെ പ്രാർത്ഥിക്കും. പുതിയൊരു വീട് വേണ്ടത്, വലിയ വീടാണ്. അപ്പോൾ വീട്ടുകാരൊക്കെ നമ്മൾ പുതിയ വീട് വെച്ചിരിക്കുന്ന കാലിൽ വന്ന് വീടെല്ലാം കാണിക്കണം അല്ലേ, എൻ്റെ ഗമയെല്ലാം കാണിക്കണം. പണ്ട് അങ്ങനെയാണ്. അഹസ്വറോസ് രാജാവ് നാട്ടുകാരെ രാജാക്കന്മാരെല്ലാം വിളിച്ചിട്ട് ഓരോ ദിവസവും തൻ്റെ ഓരോ ഗമ കാണിക്കുകയാണ്. ഇത് ഞാൻ ഇന്നടത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഇത് ഞാൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഇത് ഞാൻ ഷാങ്ഹായിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഇത് ഞാൻ അങ്ങ് ജപ്പാനിൽ പോയപ്പോൾ കൊണ്ടുവന്ന, ടോക്കിയോയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഇത് ഞാൻ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇങ്ങനെ ഓരോന്ന് കാണിക്കും ഓരോ ദിവസം. പക്ഷേ എല്ലാം കാണിച്ചു തീർന്നാൽ പിന്നെ ഒന്നും കാണിക്കാനില്ല. അപ്പോൾ സഹസ്രോജ എൻ്റെ വെമ്പ്രോത്തി ഒന്ന് കാണിച്ചേക്കാം. അവളോട് പറഞ്ഞു നീ വേഗം ഒരുങ്ങി വാടി, നിന്നെ ഒന്ന് കാണിക്കട്ടെ, വേറെ എന്തെങ്കിലും കാണിക്കണ്ടേ, ഗമ കാണിക്കാൻ. അപ്പം ഞാൻ ഈ വീട്ടിൽ ചെന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്ന. അപ്പം ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് ഒരു ആൾ വീട് പണിത് കർത്താവെ അനുഗ്രഹിക്കണേ, കുഴപ്പമൊന്നും വരത്തരുത് പ്രാർത്ഥിച്ച്. അപ്പോൾ ആ പുള്ളി പറയാണ്, പാസ്റ്റർ എല്ലാ മുറിയിലും ഒന്ന് പ്രാർത്ഥിക്കണം, ഈ ഓർത്തഡോക്സിൽ നിന്ന് മാറുത്. അപ്പം അങ്ങനെ ഒരു പതിവുണ്ട്, ഈ അച്ഛന്മാർക്ക് ഈ പാണലയും കിണ്ണമൊക്കെ ആയിട്ട് പോയിട്ട് ഓരോ മുറിയിലും വരച്ചൊക്കെ. അപ്പോൾ എല്ലാ മുറിയിലും പ്രാർത്ഥിക്കണമെന്ന്. അപ്പം എൻ്റെ കൂടെ ഒരു അസിസ്റ്റന്റ് പാസ്റ്ററുണ്ട്, നമ്മുടെ ഒരു സഹായി. പുള്ളി ചാച്ചാ എന്തിനാണ് ചെയ്യും, കാരണം അവൻ ഈ യാക്കോബായ പാരമ്പര്യം അറിയത്തില്ല. ഞാൻ ചേട്ടാ അങ്ങനെയാ, എല്ലാ മുറിയിലും പോയി പ്രാർത്ഥിക്കാം, നീ വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓരോ മുറിയിലും പോയി കർത്താവേ ഈ മുറി അനുഗ്രഹിക്കുന്നു, ബ്ലസ് ചെയ്യുന്നു, അടുത്ത മുറി അനുഗ്രഹിക്കുന്നു, ഇപ്പുറത്തെ മുറി അനുഗ്രഹിക്കുന്നു, ഭയങ്കരമാണ്. അപ്പോൾ പുള്ളി ഓരോ മുറിയും കാണിക്കുകയാണ്, ഇതാണ് പാസ്റ്റർ, ഇതാണ് ഇത്, നമ്മൾ ഈ സോഫ സെറ്റ് ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ്, മറ്റാണ് മറിച്ചാണ്, അതിങ്ങനെ അടുക്കള കാണിക്കുന്നു, മറ്റേ കാണിക്കുക, എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക.
അങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ വലിയൊരു മ്യൂസിയം പോലത്തെ വീടാണ്. കറങ്ങി ഇങ്ങനെ വന്നപ്പോൾ ഒരു മുറി അടച്ചിട്ട്. അപ്പം ഞാൻ അടുത്ത് ഇങ്ങനെ ഈ കൈ പൊക്കി പിടിച്ചേക്കാണ്. താക്കണ്ടല്ലോ, ഈ സദൃശവാക്യങ്ങൾ കാത്തുണ്ട്. മടിയൻ ഇങ്ങനെ കൈ തളിക വെച്ച് കഴിച്ചോണ്ട് മടി കാരണം പിന്നെ അടുത്ത നേരത്തെ കഴിക്കണമല്ലോ എന്നോർത്ത് കൈയും കഴുകത്തിൽ അവിടെ കൈ വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പം ഞാനാണ് കൈ പൊക്കിയതാണല്ലോ എന്നോർത്ത് ഇങ്ങനെ കൈ പൊക്കിക്കൊണ്ട് ആ മുറിയിലോട്ട് എന്നൊന്ന് അനുഗ്രഹിച്ചേക്കാന്ന് ഞാൻ. അന്നത്തേനും പുള്ളി ഞാൻ അവിടെ പ്രാർത്ഥിക്കേണ്ട ഭാഷയാണ്, ഞാൻ മുറി പ്രാർത്ഥിക്കേണ്ടതാണ്. അപ്പം ഞാൻ പോന്നേ എന്ന് ചോദിച്ചു. പുള്ളി ഞാൻ മുറി പ്രാർത്ഥിക്കണ്ട. ഓക്കെ. അപ്പം നമ്മൾ പണി തീർന്നല്ലോ, തച്ച് കാശും ഒക്കെ കിട്ടും. അവിടെ ഞങ്ങൾ ഇറങ്ങി. ഞാൻ ഇങ്ങോട്ട് പോകുന്നു, എൻ്റെ കൂടെ എൻ്റെ സഹായിയുണ്ട്. ഞങ്ങൾ ഇങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്നോട് ചാച്ചാ ആ മുറി പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞ്. എന്തിനാ? ഞാൻ പ്രാർത്ഥിക്കണ്ട, നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച് നമ്മൾ പോകും. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഈ പുള്ളി ഒന്നും വേണ്ടില്ല. ഈ പുള്ളി പിന്നെ ചോദിച്ചു, അച്ഛാ എന്നാലും ആ മുറി പ്രാർത്ഥിക്കണ്ട. ഞാൻ എന്നതിലും ആട്ടെ, നിനക്കെന്നാ. കുറേ കൂടെ വണ്ടി ഇഞ്ഞ് പോകുന്നു കഴിഞ്ഞപ്പോഴേക്കും അവൻ പിന്നെ ചോദിച്ചു, അച്ഛാ ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നതാ. അല്ല ആ മുറിക്കകത്ത് കയറണ്ടെന്ന് എന്തിനാ? ചേട്ടാ മറിപ്പഴി. ഞാൻ ചേട്ടാ അത് നിനക്കെന്ന, അതെന്നതായ നിനക്കെന്ന. നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് പ്രാർത്ഥിച്ചു, നമ്മൾ പോകുന്നു, നീ അത് വിടേ. കുറേ ഇഞ്ഞ് പോകുന്നു. ഞാൻ ചൂടായെന്ന് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ പിന്നെ ചോദിക്കാം, അല്ല അച്ഛാ ഞാൻ ഈ മറ്റൊന്നും കൊണ്ട് ചോദിക്കല്ല, ആ മുറിക്കകത്ത് എന്നതിലും ഉണ്ടോ? അല്ല എന്നതാ പ്രശ്നം? നമ്മളോട് ആ മുറിക്കകത്ത് ഞാൻ ചോദിച്ചാ നിനക്ക് അവിടുന്ന് കവർ കിട്ടിയോ? നമ്മൾ ചെല്ലുമ്പോൾ ഒരു സ്തോത്രാഴ്ച കിട്ടും, കവർ കിട്ടി. കവർ കിട്ടി, അത്രേ ഉള്ളൂ. നീ മിണ്ടാവിടെ, നീ എന്തിനാ അത് തിരക്കുന്നത്? അങ്ങനെ ഞങ്ങൾ വണ്ടി വന്നു. കുറേ നേരം കഴിഞ്ഞപ്പം എനിക്കൊരു സംശയം. ചേട്ടാ എന്നാലും ആ മുറിക്കകത്ത് ഞാൻ ഇന്നലെ അവനെ വിളിച്ചേടാ. എന്നാലും ചോദിച്ചാൽ എന്നാ വെച്ചാ, അല്ല ഞാൻ എന്നാൽ ആ മുറിക്കകത്ത് എന്നതായിരിക്കടാ. ഞാൻ കണ്ടോ ഇപ്പം നിങ്ങൾക്കും തോന്നില്ല എന്തായിരിക്കും അവിടെ. ഇങ്ങനെ ഒരു മുറി മിക്ക പുള്ളികളുടെ ഹൃദയത്തിലുണ്ടെന്നുള്ള ഈ പറഞ്ഞു വരുന്നത് മനസ്സിലായോ? നമ്മളെല്ലാം ഒക്കെ എല്ലാം പ്രാർത്ഥിപ്പിക്കും. പക്ഷെ ഒരിടത്തൊരു പാസ്വേഡ് ഉണ്ട്. ആ പാസ്വേഡ് ആർക്കും അറിയത്തില്ല. നമ്മുടെ ഭിന്നിപ്പിച്ചോൻ പറയാം, അവൻ്റെ വാട്സാപ്പിന് ഒരു പാസ്വേഡ്. എനിക്കറിയത്തില്ല അങ്ങനെ വെക്കുന്നത്. അവൻ്റെ വാട്സാപ്പിന് അവൻ പാസ്വേഡ് വെച്ചിരിക്കുക, ഭാര്യ കാണാതിരിക്കുക. നിങ്ങളെല്ലാം അവനെ ഒന്ന് ഉപദേശിക്കണം. നിങ്ങൾ ഈ ലൈവ് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞാ ഫോണിന് പാസ്വേഡ് ഉണ്ട്, അതുപോലെ അതുപോലെ അത് അവർക്കറിയാം. വാട്സാപ്പിന് പാസ്വേഡ് എനിക്കറിയത്തില്ല കേട്ടോ. നിങ്ങൾക്കറിയോ? എൻ്റെ ഫോണിനും പാസ്വേഡ് ഇല്ല, വാട്സാപ്പിനും പാസ്വേഡ്. അപ്പം നമ്മൾക്ക് ഈ ഹൃദയത്തിനകത്ത് ഇങ്ങനെ ഒരു സാധനം, ഒരു പാസ്വേഡ് വെച്ചിരിക്കും. ദാവീദിന് ഒരു പാസ്വേഡും ഇല്ല. ആ പാസ്വേഡ് ദൈവത്തിന് കൊടുത്തേച്ച് പറയാണ്, ഓ ലോർഡ് സെർച്ച് മൈ ഹാർട്ട്, ലോർഡ് സെർച്ച് മൈ ഹാർട്ട്. എന്റെ ഹൃദയം പരിശോധിക്കണമേ, വ്യസനത്തിനുള്ള മാർഗം വല്ലതും എന്റെ പക്കലുണ്ടോ എന്ന് ഒന്ന് നോക്കണമേ. ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. വെളിപ്പാടിന്റെ പുസ്തകത്തിൽ ദൈവം തമ്പുരാൻ ഒരു കടന്ന പ്രയോഗം നടത്തുന്നുണ്ട്. എന്നാന്നറിയോ? യേശു ഇങ്ങനെ വന്നിട്ട് പറയാണ്, ഞാൻ ആരാന്നറിയോ? ഞാൻ ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവൻ എന്ന് പറഞ്ഞാൽ ഈ എബ്രായ 11 എന്തുമാത്രം വിശ്വാസവീരന്മാരുടെ പേരാ പറഞ്ഞത്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യിബ്താഹ്, ഇങ്ങനെയുള്ള വലിയ വലിയ ആളുകളുടെ എല്ലാം കാര്യം പറയുന്നുണ്ട്. നോഹയുടെ കാര്യം പറയുന്നുണ്ട്. പക്ഷെ ദാവീദിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദാം മുതൽ ഇങ്ങോട്ടുള്ള സകല മനുഷ്യരെ, സകല പുല്ലന്മാരെ ഇങ്ങനെ എടുത്താല് സ്വന്തം ഹൃദയത്തിന്റെ താക്കോൽ എടുത്ത് ദൈവം തമ്പുരാന്റെ കയ്യിൽ കൊടുത്ത ഒരൊറ്റ മനുഷ്യനേ ഉള്ളൂ, അത് ദാവീദാണ്. രണ്ടാമതൊരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് താക്കോൽ അവിടെ ചെന്നിട്ടില്ല. കാരണം എല്ലാവർക്കും ദൈവം അറിയണ്ടാത്ത രഹസ്യങ്ങളുണ്ട്, ദൈവം കാണരുതെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ബ്രോക്കൺ ആൻഡ് കോൺട്രൈറ്റ്, തകർന്നു നുറുങ്ങിയുമുള്ള ഒരു ഹൃദയമായിരുന്നു ദാവീദിന്റെ. തകർന്നും നുറുങ്ങിയുമുള്ള ഒരു ഹൃദയം. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ച്
നിന്റെ കൈ എന്റെ മേൽ വച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അത് എനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്കോടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറകു ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്തു ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും. നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുന്നു. യഹോവേ, നിന്റെ ദയ എന്നേക്കുമുള്ളത്. തൃക്കൈകളുടെ പ്രവൃത്തിയെ നീ ഉപേക്ഷിക്കരുതേ. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എന്റെ അടുക്കിലേക്ക് വേഗം വരണമേ. ഞാൻ നിന്നോട് അപേക്ഷിക്കുമ്പോൾ എന്റെ അപേക്ഷ കേൾക്കണമേ. എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എന്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. യഹോവേ, എന്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എന്റെ അധരദ്വാരം കാക്കണമേ. കർത്താവായ യഹോവേ, എന്റെ കണ്ണ് നിങ്കലേക്കാകുന്നു. ഞാൻ നിന്നെ ശരണമാക്കുന്നു. എന്റെ പ്രാണനെ തൂകിക്കളയരുതേ. യഹോവേ, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് എന്നെ കാക്കണമേ. സാഹസക്കാരന്റെ പക്കൽ നിന്നും എന്നെ പാലിക്കണമേ. അവർ എന്റെ കാലടികളെ മറിച്ചു കളയുവാൻ ഭാവിക്കുന്നു. ഗർവികൾ എനിക്കായി കടിയും കയറും മറച്ചു വെച്ചിരിക്കുന്നു. നീ എന്റെ ദൈവമെന്ന് ഞാൻ യഹോവയോട് പറഞ്ഞു. യഹോവേ, എന്റെ യാചനകളെ കേൾക്കണമേ. എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ യാചനകൾക്ക് ചെവി തരേണമേ. നിന്റെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരമരുളേണമേ. ദൈവമേ, എൻ്റെ ഹൃദയത്തെ പരിശോധിക്കണമേ. നിങ്ങളിൽ എത്ര പേര് പറയും? നിങ്ങളിൽ എത്ര പേർക്കാണ് സെർച്ചബിൾ ഹാർട്ട് ഉള്ളത്? കർത്താവേ, എൻ്റെ ഇമെയിലൊക്കെ ഒന്ന് പരിശോധിക്കണമേ. എൻ്റെ ചാറ്റ് ഹിസ്റ്ററിയെ നോക്കണമേ. സങ്കീർത്തനത്തില് ദൈവത്തെ അങ്ങനെ സ്നേഹിക്കണമെങ്കിൽ ദാവീദിന്റെ ഹൃദയം ഒരു ലവിങ് ഹാർട്ടായിരുന്നു കേട്ടോ. ഞാൻ 6ാമത്തെ ഒരു പോയിന്റ് നിങ്ങൾക്ക് പറയാം. വേറെ ഉണ്ട്, 10 പോയിന്റ് ഉണ്ട്. ഞാൻ 10 പോയിന്റ് എടുത്തിരിക്കുന്നു. 5 പറഞ്ഞു, 6ാമത്തെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തന്നു. അപ്പൊ നമുക്ക് അല്പം ഇന്റലിജൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ ദൈവത്തെ അങ്ങനെ സ്നേഹിക്കാൻ പറ്റൂ.
ദാവീദ് ഇവിടെ പറയാണ്, thou hast made me fearfully and wonderfully. ദൈവമേ, ഭയങ്കരവും അതിശയവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ഇപ്പൊ ഈ കൊറോണ വൈറസ് വരുന്നുണ്ട്. ഈ വൈറസ് നമ്മുടെ ഈ എവിടെയാലും ചെന്ന് നമ്മൾ തൊട്ടാൽ നമ്മുടെ കയ്യെ പറ്റും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ഒരു കൊഴുപ്പാണ്, അകത്ത് മാംസമാണ്, പ്രോട്ടീൻ മോളിക്യൂളാണ്, കവേർഡ് വിത്ത് ലിപ്പിഡ്. അതൊരു കൊഴുപ്പാണ്, ഫാറ്റാണത്. അപ്പം ഇത് നമ്മുടെ കയ്യെ വല്ലതും പറ്റി മുഖത്തോ വായിലോ മൂക്കിലോ കയറിയാൽ അത് അവിടുന്ന് കയറിയിട്ട് അനുകൂല സാഹചര്യം പിന്നെ അത് ആക്റ്റീവ് ആവും. അപ്പർ റെസ്പിറ്റോറി ലെവലിലാണ് പിന്നെ 4 ദിവസം ഈ വൈറസ് നിൽക്കുന്നത്. അപ്പർ റെസ്പിറ്റോറി ഉണ്ട്, ലോവർ റെസ്പിറ്റോറി ഉണ്ട്. അപ്പർ റെസ്പിറ്റോറി എന്നെങ്കിൽ തൊണ്ട വരെയാണ്. ലോവർ റെസ്പിറ്റോറി എന്നെങ്കിൽ താഴോട്ട് പോയിട്ട് ശ്വാസകോശത്തിലേക്ക് പോകും. അപ്പോൾ ഈ അപ്പർ റെസ്പിറ്റോറിയിൽ അത് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആവി പിടിക്കുകയോ ചൂടുവെള്ളം കുടിക്കുകയോ ഒക്കെ ചെയ്താൽ ഈ ഫാറ്റ് മെൽറ്റ് ആകാൻ സാധ്യതയുണ്ട്. ഉരുകി കഴിഞ്ഞാൽ അത് ഡിസിൻറ്റഗ്രേറ്റ് ആയി പോകും. അപ്പോൾ നമ്മൾ വൈറസ് ബാധ ഏക്കത്തില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കുടിക്കുന്നത് ഒത്തിരി, അഥവാ ഇൻഫെക്ഷൻ വന്നാലും അതിൽ നമ്മളെ സേവ് ചെയ്യും. കാരണം ഇത് ലോവർ റെസ്പിറ്റോറിയിലോട്ട് പോയാൽ പിന്നെ രക്ഷയില്ല. ശ്വാസകോശത്തിലോട്ടൊന്നും ചൂടുവെള്ളം ഒഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അപ്പർ റെസ്പിറ്റോറിയിൽ ഇരിക്കുന്ന സമയത്ത്, അതുകൊണ്ട് ഈ സീസണിൽ നിങ്ങൾ പരമാവധി ചൂടുവെള്ളം കുടിക്കുക. ചൂട് ചായ കുടിക്കുന്നത് നല്ലതായിരിക്കും. കടിഞ്ചായ, പാലൊഴിച്ച് കുടിച്ചിട്ട് പ്രയോജനമില്ല. കടിഞ്ചായ കുടിക്കുന്നത്, കട്ടൻ ചായ നമ്മുടെ എനർജി ലെവലിനെ ബൂസ്റ്റ് ചെയ്യും, ഇമ്മ്യൂണിറ്റി ലെവൽ അപ്പോൾ ബൂസ്റ്റപ്പ് ആവും. പിന്നെ ഈ ചൂടുള്ളത് കൊണ്ട് ഈ വൈറസ് മെൽറ്റ് ആകാൻ ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെയാണ്. ഇനി അത് ലോവർ റെസ്പിറ്റോറി ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ കൊറോണ വൈറസ് വന്നു എന്ന് ബോഡി തിരിച്ചറിയും. ബോഡി സിഗ്നൽ കൊടുക്കും തലച്ചോറിൽ. ഇൻസ്റ്റന്റ് ആയിട്ട് ഈ വന്നിരിക്കുന്ന വൈറസ് ഏത് കാറ്റഗറിയാണ്, അതിന്റെ ഘടന എന്താണ്, ഇതെല്ലാം അതിന്റെ 4600 ബേസ് നോട്ടും നമ്മുടെ ബ്രെയിൻ വായിക്കും. എന്നിട്ട് അതിനോട് ഫൈറ്റ് ചെയ്യാൻ അതിന്റെ ആന്റിബോഡി നമ്മുടെ ബ്രെയിനിന്റെ കമാൻഡ് അനുസരിച്ച് നമ്മുടെ ബോഡി ഉണ്ടാക്കും. മനസ്സിലായോ? ഈ ശാസ്ത്രജ്ഞന്മാർക്ക് ഇത്രയും നാള് ഈ ലബോറട്ടറിയിൽ ഇരുന്ന് കൊമ്പും കുഴലും വെച്ച് പരിശോധിച്ചിട്ടും ഈ വൈറസിന്റെ ഫുൾ ഘടന നോട്ട് വായിച്ചെടുത്തിട്ട് അതിനുള്ള ആന്റിബോഡി വാക്സിൻ തയ്യാറാക്കാൻ കഴിയാത്തപ്പോൾ നമ്മുടെ പള്ളിക്കൂടത്ത് തീക്ക് പോകാത്ത വെറും കൊമരന്റെ ശരീരത്തിൽ ഈ വൈറസ് ചെല്ലുമ്പോൾ അവന്റെ തലച്ചോറ് എന്ത് ചെയ്യും? പരീക്ഷയ്ക്ക് ആനമുട്ട, കുതിരമുട്ട, കോഴിമുട്ടയൊക്കെ മേടിച്ചവന്റെ തലച്ചോറ് ഇത് കണക്ക് കൂട്ടിയിട്ട് അതിനുള്ള ആന്റിബോഡി ഉണ്ടാക്കും. ആന്റിബോഡി ഉണ്ടാക്കിയിട്ട് ഫൈറ്റ് ചെയ്യും. ഈ തലച്ചോറ് ഉണ്ടാക്കി വെച്ചാരാ? അത് മനസ്സിലാക്കിയിട്ട് ദാവീദ് പറയുന്നു, ഓ ലോർഡ്, thou hast made me fearfully and wonderfully. ദൈവമേ, നീ എന്നെ അതിശയകരവും ഭയങ്കരവുമായി സൃഷ്ടിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാൻ നിന്നെ സ്തോത്രം ചെയ്യും. ഈ ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കും? ഈ ദൈവത്തിന് നമ്മൾ എങ്ങനെ സ്തോത്രം ചെയ്യാതിരിക്കും? എന്നിട്ട് പറയുകയാണ്, അതാണ്, ഞാൻ കൈകൾ മലർത്തുമ്പോൾ അതൊരു സന്ധ്യായാഗമാണ്. നിങ്ങളുടെ ഹൃദയം ദൈവത്തെ ഏൽപ്പിച്ച, ഇഫ് യു ഹാവ് സച്ച് എ ഹാർട്ട്, ഏതാണ്? എ ലവിങ് ഹാർട്ട്, എ താങ്ക്ഫുൾ ഹാർട്ട്, എ ട്രസ്റ്റിംഗ് ഹാർട്ട്, എ ഹംബിൾ ഹാർട്ട്, എ ബ്രോക്കൺ ഹാർട്ട് ആൻഡ് എ സെർച്ചബിൾ ഹാർട്ട്. പരിശോധിക്കപ്പെടാവുന്ന ഹൃദയം, സ്നേഹമുള്ള ഹൃദയം, നന്ദിയുള്ള ഹൃദയം, താഴ്മയുള്ള ഹൃദയം, തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഒരു ഹൃദയം, അങ്ങനെയുള്ളൊരു ഹൃദയമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളൊന്ന് കൈമലർത്തിയാൽ മതി. അതൊരു വിശുദ്ധ കുർബാനയായി മാറും. അതാ ദാവീദ് പറഞ്ഞു, ഞാൻ കൈമലർത്തിയാൽ അത് സന്ധ്യായാഗമായി തീരും. യെരൂശലേം ദേവാലയമല്ല, സമാഗമന കൂടാരത്തിൽ എല്ലാ ക്രമീകരണങ്ങളോടും കൂടെ ലേവ്യ പുരോഹിതന്മാർ നിന്ന് ചെയ്യുന്ന ഒരു യാഗത്തിന് ഇക്വലന്റാണ് ഞാനൊന്ന് കൈമലർത്തിയ. കാരണം ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈ കഴുകി, കർത്താവെ എൻ്റെ ഹൃദയത്തെ പരിശോധിക്കണമേ. ഇന്ന് നമ്മുടെ ഹൃദയം സെർച്ച് ചെയ്യാൻ വേണ്ടി വിട്ടുവിട്. നിങ്ങളുടെ ഹൃദയം സെർച്ചബിൾ ഹാർട്ടാണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് എ ട്രസ്റ്റിംഗ് ഹാർട്ട്, ഇഫ് ഇറ്റ് ഈസ് എ ഹംബിൾ ഹാർട്ട്, ഇഫ് ഇറ്റ് ഈസ് എ ലവിങ് ഹാർട്ട്, ഇഫ് ഇറ്റ് ഈസ് എ താങ്ക്ഫുൾ ഹാർട്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് കൈമലർത്തിയാൽ മതി. നിങ്ങൾ കൈമലർത്തുമ്പോൾ അതെന്തായി മാറും? അതൊരു സന്ധ്യായാഗമായി മാറുമെന്ന് ദാവീദ് പറഞ്ഞെങ്കിൽ അതൊരു വിശുദ്ധ കുർബാനയോ ഒരു മൂറോം കൂതാശയായിട്ട് പോലും ദൈവം സ്വീകരിക്കും. അതുകൊണ്ട് ഈ ലോക്ക്ഡ് ഡൗൺ ആണ് എന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ ആ ഹൃദയം നിർമ്മലീകരിച്ച് മുഴങ്കാൽ മടക്കി കൈകൾ ഉയർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പ്രാർത്ഥന ഒരെന്തായി മാറും? ഈ എന്നാ പറയുന്നേ,
ഒരു ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷയോ ഒരു പെസഹ വ്യാഴാഴ്ചയുടെ ശുശ്രൂഷയോ ഒന്നുമായിട്ട് മാറാൻ ഒരു പ്രയാസവുമില്ല. ഒരു പെസഹ വ്യാഴാഴ്ച ആയിട്ട് മാറാനും ഒന്നും ഒരു പ്രയാസമില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ലോക്ക്ഡൗണിൽ നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഈ ലോക്ക്ഡൗണിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു. സ്വർഗ്ഗദൂതനുടയവനേ, അവരാൽ മഹത്വപ്പെടുന്നവനേ, വന്ദനമോടെ നിനക്കു സ്തുതി, പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. ത്രിയേകാമേകത്രയാം ഏകദൈവവുമായുള്ള പിതൃസ്തുത പരിശുദ്ധാത്മാവ സത്യപരനേ നിനക്കു സ്തുതി. ബലഹീനരുടെ അപേക്ഷകളും അനുതാപികളുടെ കണ്ണീരും മുൻഫലമായ കാഴ്ചകൾ പോൽ കൈക്കൊള്ളുവോനേ നിനക്കു സജിത്ത് ജോസഫ്. സജിത്ത് പറയുന്നത് വൈകുന്നേരം 7 മണിക്ക് ഞാനും സജിത്തും കൂടെ ഉള്ള ഒരുമിച്ചൊരു ലൈവ് പ്ലാൻ ചെയ്യുന്നു എന്ന്. ട്രൈ ടു ബി ദയർ. വൈകിട്ട് 7 മണിക്ക്, പതിവ് പോലെ 9-നല്ല. സജിത്തൊക്കെ എന്നെ പോലെ അല്ല, നേരത്തെ കിടന്നുറങ്ങണം. നല്ല കുടുംബത്തിൽ പറഞ്ഞ ആളാണ്. സോ വൈകുന്നേരം 7 മണിക്ക് നമ്മൾ ഒരുമിച്ച് ലൈവിൽ കാണും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു. സ്വർഗ്ഗ